ഓക്കെ, തിരുവചനത്തിലേക്ക് വരാം. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ച തിരുവചന വേദഭാഗം ചിലർ പറഞ്ഞു ആദ്യ ഭാഗങ്ങളിൽ അത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരുന്നു, പിന്നത്തേതിൽ കുഴപ്പമില്ല എന്ന്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ വചനങ്ങൾ ആർക്കൊക്കെ മനസ്സിലായി? കരങ്ങൾ ഉയർത്തിക്കേ. ശരി, 5-6 പേർക്ക് മനസ്സിലായി. ബാക്കി ആർക്കും മനസ്സിലായില്ല. ചില ആളുകൾക്ക് ഏത് വചനം പ്രസംഗിച്ചാലും മനസ്സിലായില്ല. പ്രസംഗിച്ചിട്ട് പുറത്തിറങ്ങി ഇന്ന് എന്ത് പ്രസംഗിച്ചു ചോദിച്ചാൽ അതുപോലും അറിവിടാത്ത ടൈപ്പിലുള്ള ആളുകളും ഉണ്ട്. ഹൃദയം തുറന്ന് വചനം ഏറ്റെടുക്കുവാനുള്ള ഒരുക്കത്തോടെ, സ്തോത്രത്തോടെ, സ്തുതിയോടുകൂടെ ഇരിക്കാം. ആമേൻ. വായ് എന്തിനാ? ദൈവത്തെ സ്തുതിക്കാനാണ്, ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല. ഓക്കെ, ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ആ വചനത്തെ ഒന്നുകൂടെ ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് മുന്നോട്ട് പോകാം. കാരണം അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഈ ലോകത്തിന് അനുരൂപമാകാതെ, ഓക്കെ, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. എന്താണ്, എവിടെയാണ് പുതുക്കേണ്ടത്? മനസ്സ്. മനസ്സിനെ എന്തിനായി പുതുക്കണം? ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഗ്രഹിപ്പാനും ഏറ്റെടുക്കുവാനും തക്കവണ്ണം മനസ്സിനെ പുതുക്കണം. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന്റെ മനസ്സെന്ന് പറഞ്ഞാൽ അത് ലോക കാര്യങ്ങളെ മാത്രം കൈകാര്യം ചെയ്യുന്ന മനസ്സല്ല, അത് ദൈവിക കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്ന മനസ്സാണ്. ഒരു ലോക പൈതലിന്റെ മനസ്സിൽ സ്തുതിയില്ല, സ്തോത്രമില്ല, വചനമില്ല, ദൈവചിന്തയില്ല. എന്നാൽ ഒരു ദൈവ പൈതലിന്റെ മനസ്സിൽ ലോകത്തിലെ കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് ചിന്തയുണ്ടാകും. ദൈവത്തിൻ്റെ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുവാനുള്ള കാര്യങ്ങൾ മനസ്സിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിലായിരിക്കുന്ന കാലത്തോളം ലോകത്തിലെ കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതേസമയം അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടെ ദൈവത്തിൻ്റെ കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. സ്നാനമെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ മരിക്കുന്നു. മരിച്ച് ക്രിസ്തുവാണ് ഇനി എന്നിൽ ജീവിക്കുന്നത് എന്നുള്ള ഒരു സമർപ്പണത്തെയാണ് സ്നാനത്തിൽ നമുക്കുണ്ടാകുന്നത്. ഹല്ലേലൂയ. സ്നാനമെടുത്ത, പ്രത്യേകിച്ചും സ്നാനമെടുത്ത ഓരോ ദൈവമക്കളും ശ്രദ്ധിക്കുക, ഞാൻ അല്ല ഇനി ജീവിക്കുന്നത്, യേശുവാണ് എന്നിൽ ജീവിക്കുന്നത്. ആ ഒരു സമർപ്പണം നിങ്ങളിൽ ഉണ്ടാകട്ടെ. സ്നാനത്തിനായി ഒരുങ്ങുന്നവരും ആ സമർപ്പണത്തിലേക്ക് തന്നെ വരിക. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ യേശു ജീവിക്കുന്നു, എന്നിൽ യേശു ജീവിക്കുന്നു എന്ന ഒരു സമർപ്പണം നമ്മിലുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. യേശു എന്നിൽ ജീവിക്കുന്നു, ആ ഒരു സമർപ്പണത്തിലേക്ക് വരാം. സ്നാനമെടുത്തവർ അത് മറന്നു പോകാൻ പാടില്ല. ഞാനല്ല എന്നിൽ ജീവിക്കുന്നത്, യേശു എന്നിൽ ജീവിക്കുന്നു. എൻ്റെ ഇഷ്ടമല്ല, കർത്താവിൻ്റെ ഇഷ്ടം, വചനത്തിൻ്റെ ഇഷ്ടം, അതെൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് നമുക്ക് ഏറ്റെടുക്കാം. കുഞ്ഞുങ്ങളെല്ലാം ഓക്കെ, വളരെ ശ്രദ്ധയോടുകൂടെ ഇരുന്ന് ദൈവവചനം കേൾക്കണം. ചിലർ പല പല രൂപത്തിലിരിക്കുകയാണ്. ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നു, വളരെ ശ്രദ്ധയോടെ. ഒരാളിന് കഴുത്തിൽ സ്വന്തമായിട്ടിരിക്കാനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് കൈ വെച്ച് സപ്പോർട്ട് ചെയ്തിരിക്കുക. വളരെ ശ്രദ്ധയോടുകൂടെ ക്വയറ്റായിട്ടിരുന്ന് ദൈവവചനം ഏറ്റെടുക്കുക. ആർ യു റെഡി? അത് ശരിയായില്ല, ഒന്നുകൂടെ ഇരുന്ന് ഒന്നെന്ന് പറഞ്ഞേ. ആർ യു റെഡി? ശരി, ഇരുന്നോ. അപ്പോ വായ് തുറന്ന് കർത്താവിനെ സ്തുതിക്കണം. വചനമെല്ലാം ശ്രദ്ധയോടെ ഏറ്റെടുക്കണം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും എന്താണ് വചനം എന്ന് സംസാരിച്ചത്. അപ്പൊ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, ഓക്കെ അല്ലേ? ശരി, ഫൈൻ. അപ്പോ റോമർ 12:2 പറയുന്നു, ഈ ലോകത്തിന് ഒത്തവണ്ണമാകരുത്, ദൈവരാജ്യത്തിന് ഒത്തവണ്ണമാകണം. ഈ ലോകത്തിന് ഒത്തവണ്ണമാകരുത്, വചനത്തിനൊത്തവണ്ണമാകണം എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ 2 കാര്യം എപ്പോഴും ദൈവമക്കളുടെ മുന്നിൽ വേണം: ലോകം, ദൈവരാജ്യം.
ലോകരാജ്യം, ദൈവരാജ്യം. നമ്മൾ ലോകരാജ്യത്തിൻ്റെതല്ല, നമ്മൾ ദൈവരാജ്യത്തിൻ്റെതാണ്. വി ആർ നോട്ട് ഓഫ് ദിസ് വേൾഡ്, വി ആർ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. നമ്മൾ ഈ ലോകത്തിനുള്ളതല്ല, നമ്മൾ ദൈവരാജ്യത്തിൻ്റെതാണ്, ദൈവരാജ്യത്തിനുള്ളിലുള്ളവരാണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ പ്രോസസ് ആകട്ടെ, നിങ്ങളുടെ ചിന്തയിൽ അത് വരട്ടെ. അടിക്കടി നിങ്ങളുടെ ചിന്തയിൽ ഈ കാര്യം വരണം. ഒരു ദൈവപൈതന്റെ ഉള്ളത്തിൽ എപ്പോഴും ചിന്തയിൽ, മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ ദൈവരാജ്യത്തിനുള്ളിലുള്ളതാണ്. ഞാൻ ലോകത്തിൻ്റെതല്ല, ഞാൻ ലൗകികനല്ല, ഞാൻ ജഡീകനല്ല, ഞാൻ ദൈവത്തിനുള്ളതാണ്, ഞാൻ ദൈവരാജ്യത്തിനുള്ളതാണ് എന്ന ചിന്ത ദൈവമക്കളുടെ ഉള്ളിൽ ചിന്തയിൽ വരട്ടെ. ഹല്ലേലൂയ. ചിന്തയിൽ അത് വന്നില്ലെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ അത് വന്നില്ല എങ്കിൽ, ചിന്തയിൽ വരുന്നത് നിങ്ങളുടെ വായ് കൊണ്ട് പറയുന്ന ലെവലിൽ നിങ്ങൾ വന്നില്ല എങ്കിൽ, നിങ്ങളുടെ ശരീരം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നിങ്ങൾ ആരാധിച്ചാലും, ഞാൻ ഡെഡ് ബോഡിയെ കുറിച്ചല്ല പറയുന്നത്, നിങ്ങളത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, അതിനെ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ശരീരം ഇവിടെ കൊണ്ടുവച്ച് ഈ 3 മണിക്കൂർ ഇവിടെ വെച്ചിട്ട് തിരിച്ചു കൊണ്ടുപോയാലും ശരി, അതൊരു ഡെഡ് ബോഡിയെ കൊണ്ടുവച്ചിട്ട് തിരിച്ചു പോകുന്നതിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ നിങ്ങൾ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനും ഒരു ഇൻവോൾവ്മെന്റ് വേണം. മനസ്സിൽ അത് ഏറ്റെടുക്കണം, ഉള്ളത്തിൽ ആ വചനം ഇറങ്ങണം. ഹല്ലേലൂയ. ഉള്ളത്തിൽ വചനം ഇറങ്ങിയാൽ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരും. ഹല്ലേലൂയ. ഇനി നിങ്ങളുടെ മനസ്സിവിടെ ഇല്ലെങ്കിൽ പോലും ശരീരം മാത്രം ഇവിടെ വെച്ച് കൊണ്ടുവന്നിട്ട് ആളുകളും ഓക്കെ, നിങ്ങളുടെ മേലും അല്പാൽപ്പം ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ സാന്നിധ്യവും നിങ്ങൾ പ്രാപിക്കുന്നുണ്ട്, ഓക്കെയാണ്. ബട്ട് അത് പോരാ. നിങ്ങളുടെ മനസ്സിൽ ആ വചനത്തിന്റെ വെളിച്ചം ഇറങ്ങണം. ആ വചനം നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കണം, പ്രോസസ്സിംഗ് നടക്കണം. അപ്പോഴാണ് ഒരു ദൈവപുത്രനായി വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നത്. ഈ ശുശ്രൂഷകളിൽ കർത്താവ് നമ്മെ എന്ത് ചെയ്യുന്നു? മനുഷ്യപുത്രൻ എന്ന നിലയിൽ നിന്നും, ലൗകികൻ എന്ന നിലയിൽ നിന്നും, ജഡീകൻ എന്ന നിലയിൽ നിന്നും കർത്താവ് നമ്മെ ഒരു ദൈവപുത്രനായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് ഈ ദൈവപുത്രൻ? യേശുവിൽ ഒരു ദൈവപുത്രനെ നമുക്ക് കാണാം. ഹല്ലേലൂയ. യേശു ഈ ഭൂമിയിലായിരുന്നത് ലൗകികനായിട്ടല്ല, ജഡീകനായിട്ടല്ല. യേശു ഈ ഭൂമിയിലായിരുന്നത് ഒരു ദൈവപുത്രനായിട്ടാണ്. സ്നാനമെടുത്ത് നീതി നിവർത്തിക്കുമ്പോൾ സ്വർഗം തുറന്നൊരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ദിസ് ഈസ് മൈ ബിലവഡ് സൺ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്തിനാണ് കർത്താവ് ഈ ഭൂമിയിൽ ഒരു ദൈവപുത്രനായി അല്പകാലം ഇവിടെ ഉണ്ടായിരുന്ന് അനേക വചനങ്ങൾ പഠിപ്പിച്ച് തന്നതെന്നറിയാമോ? നമ്മെ ഓരോരുത്തരെയും ആ നിലയിലേക്ക്, ആ ലെവലിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടാണ്. ആ വചനമാണ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്നത്. റോമർ 8:29. റോമർ 8:29. അവൻ മുന്നറിഞ്ഞവരെ. ഈ വചനമാണ് പലർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞത്. ഞാൻ അല്പം കൂടെ പറയാൻ ശ്രമിക്കട്ടെ, നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് തൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ശരി, ഇതൊന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ നിന്ന് ഇത് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ചിന്തിച്ച ഒരു തിരുവചനമുണ്ട്. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിലുള്ള വാക്യങ്ങളിൽ ശമര്യക്കാരി സ്ത്രീയോട് യേശു കർത്താവ് സംസാരിക്കുന്ന ഒരു സംഭാഷണം. ഓക്കെ, ശമര്യക്കാരി സ്ത്രീ ഒരു ആത്മീകയല്ല, അവൾ ഒരു ലോകത്തിലെ ഒരു മനുഷ്യനാണ്. ഓക്കെ, ശമര്യക്കാരി സ്ത്രീയുടെ അടുക്കൽ നിൽക്കുന്ന യേശു ലൗകികനല്ല, യേശു ആത്മീകനാണ്, യേശു ദൈവപുത്രനാണ്. ക്ലിയർ അല്ലേ? ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ എങ്ങനെയുള്ള മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിച്ചത്? ശമര്യക്കാരി സ്ത്രീയെ പോലുള്ള മനുഷ്യനെ അല്ല ദൈവം സൃഷ്ടിച്ചത്. പകരം എങ്ങനെയുള്ള മനുഷ്യനെ സൃഷ്ടിച്ചത്? യേശുവിനെ പോലുള്ള മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. ശമര്യക്കാരി സ്ത്രീ ആരാണ്? വീണുപോയ മനുഷ്യന്റെ പരമ്പരയിൽപ്പെട്ടതാണ് ശമര്യക്കാരി സ്ത്രീ. യേശു ആരാണ്? ആ പരമ്പരയിൽ, വീണുപോയ മനുഷ്യന്റെ പരമ്പരയിൽപ്പെട്ടതേ അല്ല. കന്യക ഗർഭിണിയായി പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായിട്ടുള്ള ഒരു കുഞ്ഞ്, മനുഷ്യന്റെ പാരമ്പര്യം ഒട്ടുമില്ലാത്ത ഒരു കുഞ്ഞ്,
മറിയയുടെ ഗർഭപാത്രം ഉപയോഗിച്ചത് ആ കുഞ്ഞിന് ഒരു ഇടം കൊടുക്കുവാൻ വേണ്ടി മാത്രം. അതേസമയം മറിയയുടെ പാരമ്പര്യത്തിന്റെ ഒരംശവും യേശു എന്ന കുഞ്ഞിൽ ഇല്ല. യോസേഫിന്റെ ഒരു പാരമ്പര്യവും യേശു എന്ന കുഞ്ഞിന്റെ മേൽ ഇല്ല. കുഞ്ഞുൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ, മറിയയുടെ പാരമ്പര്യത്തിലല്ല. മറിയയുടെ ഗർഭപാത്രം തിരഞ്ഞെടുത്തത് അതിനുള്ളൊരു കൃപ മറിയയ്ക്ക് ലഭിച്ചു. കാരണം ഒരു വാഗ്ദത്തമുണ്ടായിരുന്നു. ഏദൻ തോട്ടത്തിൽ വെച്ച് കർത്താവ് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കുമെന്ന്. വീണുപോയ ദൂതന്മാരിൽപ്പെട്ട സാത്താന്റെ ശക്തികളിൽപ്പെട്ടത് പാമ്പായ ഏദൻ തോട്ടത്തിൽ വന്നു സ്ത്രീയെയാണ് വഞ്ചിച്ചത്. ആരെയാണോ പാമ്പ് വഞ്ചിച്ചത് അവരെ ബേസ് ചെയ്ത് കർത്താവ് പറയുകയാണ്, ഇതേ സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആ സ്വർഗീയമായ ചില കാര്യങ്ങൾ കൂടെ ഒന്ന് കണക്ട് ചെയ്ത് സംസാരിക്കാം, നിങ്ങൾക്ക് ആ പിക്ചർ വ്യക്തമായി കിട്ടേണ്ടതിന്. ദൈവം സ്വർഗത്തെ സൃഷ്ടിച്ചു. സ്വർഗത്തിൽ അനേക ദൂതന്മാരെ സൃഷ്ടിച്ചു. ചില ദൂതന്മാർ ദൈവത്തോട് മത്സരം കാണിച്ച് വീണുപോയി. അപ്പോൾ വീഴ്ത്തപ്പെട്ട ദൂതന്മാർ, പറഞ്ഞേ, വീഴ്ത്തപ്പെട്ട ദൂതന്മാർ അവരെ ഭൂമിയിലാക്കി. ഓക്കെ, ആ ഭൂമിയിൽ ദൈവം എന്തു സൃഷ്ടിക്കുന്നു? ദൈവത്തിന്റെ സ്വന്തം രൂപത്തിലും സ്വന്തം സാദൃശ്യമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്നു. ആ മനുഷ്യർക്ക് എന്തുണ്ട്? ദൈവത്തിന്റെ സ്വന്തം രൂപവും സ്വന്തം സാദൃശ്യവുമുണ്ട്. ആ വചനം വായിക്കുമ്പോൾ ശരീരത്തിലാണ് ദൈവത്തിന്റെ രൂപവും സാദൃശ്യവും ഉണ്ട് എന്ന് ചിന്തിക്കരുത്. ശരീരത്തിലല്ല, ഈ പുറമേ കാണുന്ന ശരീരത്തെക്കാൾ ഉപരി ഒരു മനുഷ്യൻ, ആത്മമനുഷ്യൻ നമ്മുടെ ഉള്ളിലുണ്ട്. ആ ആത്മമനുഷ്യനെയാണ് ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ. ആ ആത്മമനുഷ്യന് ജീവൻ ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ ജീവശ്വാസമായ പരിശുദ്ധാത്മാവ് ആ ആത്മമനുഷ്യന്റെ മേൽ വരണം. അപ്പോഴാണ് അവൻ ജീവനുള്ള മനുഷ്യനെന്ന് പറയാൻ പറ്റുക. കർത്താവ് പറഞ്ഞു, ഈ പഴം തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. എന്ത് സംഭവിച്ചെന്നറിയാമോ? ആത്മാവിൽ ആ ജീവശ്വാസം, ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവർ നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. ആ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ ദൈവം ആക്കി വെച്ച പൊസിഷനിൽ നിന്ന് വീണുപോയി. ദൈവം ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ആക്കി വെക്കുമ്പോൾ എല്ലാ അധികാരങ്ങളും അവന് കൊടുത്തില്ല. ചില അധികാരങ്ങൾ അവന് കൊടുത്തു. ഓക്കെ, എല്ലാം കൊടുക്കുവാൻ തന്നെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷെ ഒറ്റയടിക്ക് അവന്റെ കയ്യിൽ എല്ലാം കൊടുത്തില്ല. ആദ്യം അവന്റെ കയ്യിൽ ദൈവം കൊടുത്തത് ഒരു തോട്ടത്തെ മാത്രം. എന്തിനെ മാത്രം കൊടുത്തു? ഏത് തോട്ടത്തെ? ഏദൻ തോട്ടത്തെ. ഒരു ചെറിയ ഏരിയ ദൈവം അവന് കൊടുത്തു. എന്നിട്ട് ഒരു ചെറിയ ദൗത്യവും കൊടുത്തു. എന്താ കൊടുത്തേ? തോട്ടത്തിൽ വേല ചെയ്യണം, അതിനെ കാക്കണം. എന്നാൽ ദൈവം അവരെ ടെസ്റ്റ് ചെയ്യുവാനുള്ള ധാരാളം ടെസ്റ്റുകളും ദൈവത്തിന്റെ കൈകളിലുണ്ട്. ചില നാളുകൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചു, ദൈവത്തിന്റെ ടെസ്റ്റിങ്ങുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ദൈവം ടെസ്റ്റ് ചെയ്യും, പിശാച് പ്രലോഭിപ്പിക്കും, ടെംപ്റ്റ് ചെയ്യും. ദൈവം ടെംപ്റ്റ് ചെയ്യില്ല, ദൈവം ടെസ്റ്റ് ചെയ്യും. കർത്താവ് ചില നിർദ്ദേശങ്ങൾ തന്നിട്ട് അതിൽ നിന്നും കർത്താവ് ടെസ്റ്റ് ചെയ്യും. ഓക്കെ, കർത്താവ് ചില വചനങ്ങൾ തന്നിട്ട് അതിൽ നിന്നും ടെസ്റ്റ് ചെയ്യും. സ്കൂളിൽ ചില സിലബസ് പഠിപ്പിച്ചിട്ട് അതിൽ നിന്നും ടെസ്റ്റ് പേപ്പർ ഇടും. അതുപോലെ കർത്താവ് ചില വചനങ്ങൾ തന്നിട്ട്, കൽപ്പനകൾ തന്നിട്ട് അതിൽ നിന്നും ടെസ്റ്റ് ചെയ്യും. ആ കൽപ്പനകളിൽ നിൽക്കുന്നുണ്ടോ നിൽക്കുന്നില്ലേ എന്ന് കർത്താവ് ടെസ്റ്റ് ചെയ്യും. ഒരു പക്ഷേ ആദാമും ഹവ്വയും ആ ടെസ്റ്റുകൾ ജയിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ അവർ നെക്സ്റ്റ് ലെവൽ, ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന ലെവലിലേക്ക് അവർ വളരുമായിരുന്നു. ഓക്കെ, ആ ജീവവൃക്ഷത്തിന്റെ ഫലത്തെക്കുറിച്ച് അവിടെ പറയുമ്പോൾ തന്നെ അവർ അത് ഭക്ഷിപ്പാൻ ക്വാളിഫൈഡ് അല്ല എന്നുള്ള സൂചന നമുക്ക് കിട്ടുകയാണ്. അവർ അത് ഭക്ഷിക്കണമായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ചില ടെസ്റ്റുകൾ ജയിക്കണമായിരുന്നു. ദൈവത്തിന്റെ ടെസ്റ്റ് ജയിക്കുന്നതിന് മുന്നേ തന്നെ, ആ ടെസ്റ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ പാമ്പിന്റെ പ്രലോഭനത്തിൽ വീണുപോയി. ദൈവത്തിന്റെ ടെസ്റ്റ് പേപ്പർ എഴുതേണ്ടി വന്നില്ല. സ്കൂളിൽ നേരെ പോകാത്ത കുട്ടികൾക്ക് ടെസ്റ്റ് പേപ്പർ എഴുതേണ്ടി വരില്ല, നേരത്തെ തന്നെ TC കൊടുത്ത് പുറത്തു വിടും. അതുപോലെ തന്നെ ദൈവം കൊടുത്ത കണ്ടീഷനിൽ നിൽക്കാത്ത ആദാമും ഹവ്വയും അവരുടെ ഡിസിപ്ലിനിൽ നിന്ന് അവർ വീണുപോയപ്പോൾ ദൈവത്തിന്റെ ടെസ്റ്റിലേക്ക് പോകാൻ പറ്റിയില്ല. അവർ നേരെ തന്നെ താഴെ വീണു, പുറത്തു വന്നു. എന്നാൽ ശമര്യക്കാരി സ്ത്രീയുടെ അടുക്കൽ നിൽക്കുന്ന യേശു
ടെസ്റ്റ് തോറ്റ ദൈവപുത്രനല്ല, ടെസ്റ്റ് ജയിച്ച ദൈവപുത്രനാണ്. ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദാം ടെസ്റ്റ് തോറ്റ ദൈവപുത്രനാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുന്ന അനേക ദൈവപുത്രന്മാരെ കുറിച്ച് അവിടെ പറയുന്നു. അവരെല്ലാം ദൈവം കൊടുത്ത ട്രാക്കിൽ നിന്നും മാറി, ദൈവം കൊടുത്ത വഴിയിൽ നിന്നും മാറി വീണുപോയ ദൈവപുത്രന്മാരാണ്. മറ്റനേക ദൈവപുത്രന്മാരെ നമുക്ക് അവിടെ കാണാം. ആദാം തുടങ്ങി മറ്റു ദൈവപുത്രന്മാരെല്ലാം ടെസ്റ്റുകൾ തോറ്റു, പ്രലോഭനങ്ങൾ തോറ്റു. പക്ഷേ ജയിച്ച ഒരു ദൈവപുത്രനെ യേശുവിൽ നമുക്ക് കാണാം. 40 ദിവസം ഉപവസിച്ചപ്പോൾ സാത്താൻ അരികിൽ വന്നു. പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഒന്നിലും കർത്താവ് വീണുപോയില്ല. യേശുവിൽ ആരെ കാണാം? ജയിച്ച ദൈവപുത്രനെ കാണാം. ദൈവപൈതലേ, നിങ്ങളും ജയിക്കണമെന്നുള്ളതാണ് കർത്താവിൻ്റെ ഇഷ്ടം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ജയിക്കുന്നവന് ഞാൻ ജീവന്റെ മന്ന തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവൻ ജീവകിരീടം വെച്ച് എൻ്റെ കൂടെ ഇരിക്കും. ജയിക്കുന്നവൻ ജീവജലനദിയിൽ നിന്നും അവൻ കുടിക്കും. ജയിക്കുന്നവൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നും. എവിടെ ജയിക്കണം? നിങ്ങളുടെ ലൈഫിൽ തന്നെ ജയിക്കുവാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങൾ ഇടപെടുന്ന ഏരിയാസിൽ എല്ലാറ്റിലും നിങ്ങൾ വചനത്തിൽ നിന്നാൽ, നിങ്ങളുടെ ചിന്തയിൽ, നിങ്ങളുടെ നോട്ടത്തിൽ, നിങ്ങളുടെ സംസാരത്തിൽ വചനത്തിൻ്റെ ട്രാക്കിൽ നിന്നാൽ നിങ്ങൾ ജയിക്കും. ഹല്ലേലൂയ. ഒരു ലോക മനുഷ്യനെ പോലെ നിങ്ങൾ പ്രവർത്തിക്കില്ല. വചനം അനുസരിക്കുന്ന ദൈവപൈതൽ, വചനം ഉള്ളിലിറങ്ങിയ ദൈവപൈതൽ, അവൻ ജയിക്കും. യേശു പിശാചിനെ ജയിച്ചത് വചനത്താലാണ്. വചനം ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് കർത്താവിന് സാത്താനെയും അവരുടെ പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും ജയിക്കുവാൻ പറ്റി. ദൈവപൈതലെ, ജയിക്കുവാൻ കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നു. ജയിക്കണമെങ്കിൽ വചനത്തിന്റെ വെളിച്ചം ഉള്ളിലിറങ്ങണം. ഒരു മൂത്ത സഹോദരനായി, ജയിച്ച ഒരു ദൈവപുത്രനായി യേശു നമുക്കായി നിൽക്കുന്നത്, നമ്മെയും അതുപോലെ ജയിച്ച് ദൈവപുത്രന്മാരായി വെളിപ്പെട്ടു വരുവാനാണ് കർത്താവ് നമുക്കായി കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ സിമ്പിളായിട്ട് ആ വചനത്തെ ഇങ്ങനെ പറയാം: നമ്മെ കർത്താവ് ഒരു ദൈവപുത്രൻ എന്ന ഉയർന്ന നിലയിലേക്ക് രൂപാന്തരപ്പെടുത്തി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അടുത്തിട്ട് കേട്ടു പറഞ്ഞേ, നമ്മെ കർത്താവ് ദൈവപുത്രനായി പ്രമോഷൻ തരുവാൻ ആഗ്രഹിക്കുന്നു. ക്ലിയർ ആണല്ലോ? എന്താണ് ആ ദൈവത്തിന്റെ ദൗത്യം? നമ്മൾ ആരായി മാറണം? ദൈവപുത്രനായി മാറണം. എപ്പോ? ആലോചിച്ച് പറഞ്ഞു. എപ്പോ? ഇപ്പോ തുടങ്ങി. ടൈം മാറ്റി വെക്കാനില്ല. ഓക്കെ, മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കി തീർന്നിട്ട് ഞാനൊരു ദൈവപുത്രനായി മാറാം എന്ന് വിചാരിക്കരുത്. എൻ്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു ദൈവപുത്രനായി മാറാം എന്ന് വിചാരിക്കരുത്. സമയം കാത്തു നിൽക്കില്ല. നമ്മൾ കർത്താവിനെ തേടി വരണം. ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ ദൈവപുത്രനായി തീരാൻ വരാം എന്ന് വിചാരിക്കരുത്. അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകും. കിട്ടുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കുക. ഒരു ദൈവപുത്രനായി മാറുവാൻ കർത്താവ് നമ്മെ വിളിക്കുന്നു. മരിച്ചതിന് ശേഷമല്ല. മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോയിട്ടെല്ലാം ശരിയാകാമെന്ന് വിചാരിക്കേണ്ട. അങ്ങോട്ട് പോകേയില്ല. അതുകൊണ്ട് ഇന്ന് ആ വചനത്തെ ഏറ്റെടുത്ത് ഒരു ദൈവപുത്രനായി രൂപാന്തരപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേലൊരു വിളി വെച്ചിരിക്കുകയാണ്, വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് നമ്മെ ദൈവപുത്രൻ എന്ന നിലയിലേക്ക് കയറി വരുവാൻ ഒരു മൂത്ത സഹോദരനായി അനിയന്മാരും അനിയത്തിമാരുമായ നമ്മെ സഹായിക്കുകയാണ്. എന്തു സംശയമുണ്ടെങ്കിലും യേശുവിനെ സൂക്ഷിച്ചു നോക്കുവിൻ. എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്ന പോലെ യേശുവിനെ സൂക്ഷിച്ചു നോക്കുവിൻ. യേശുവിൽ എന്തു വേണമെന്നുള്ള മറുപടിയുണ്ട്, എങ്ങനെ വേണമെന്നുള്ള മറുപടിയുണ്ട്, എന്തു ചെയ്യണമെന്നുള്ള മറുപടിയുണ്ട്. ആ കർത്താവ് ഒരു ദൈവപുത്രനായി മാറുവാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട്, ജീവിച്ച് കാണിച്ചു തരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല സിറ്റുവേഷനിൽ നമുക്ക് ജയിക്കാനുണ്ട്.
ക്ഷമിച്ചു ജയിക്കണം. കോപിച്ച് ജയിക്കാൻ പറ്റില്ല. കോപിച്ചാൽ തോൽക്കും, ക്ഷമിച്ചാൽ ജയിക്കും. ഹല്ലേലൂയ. അടുത്ത കേട്ടത് പറഞ്ഞേ, ക്ഷമിച്ചാൽ ജയിക്കും, കോപിച്ചാൽ തോൽക്കും. ക്ഷമിച്ചാൽ ജയിക്കും, കോപിച്ചാൽ തോൽക്കും. ഓക്കെ, എങ്ങനെ ജയിക്കും? ക്ഷമിച്ച് ജയിക്കണം. ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴായിരിക്കും നിങ്ങളെ എങ്ങനെ കോപിക്കാം എന്നുള്ള തന്ത്രം മനസ്സിലാക്കിയ സാത്താൻ നിങ്ങളെ കോപിക്കുവാണ്ടൊക്കെയുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുത്തിൽ വരും. ആ സാത്താൻ വരുന്നത് ചിലപ്പോൾ വിശ്വാസിയുടെ രൂപത്തിലായിരിക്കും. ആ സാത്താൻ വരുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ രൂപത്തിലായിരിക്കും. ആ സാത്താൻ വരുന്നത് ചിലപ്പോൾ ഒരു ഫോൺ കാളിലൂടെ ആയിരിക്കും. ആ സാത്താൻ വരുന്നത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരിൽ കൂടെ ആയിരിക്കും, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലൂടെ ആയിരിക്കും. സാത്താൻ ആരിൽ കൂടെ വന്നാലും സാത്താനെ തിരിച്ചറിയുക, പാമ്പിനെ തിരിച്ചറിയുക, പാമ്പിൻ്റെ തന്ത്രത്തെ തിരിച്ചറിയുക, സാത്താൻ്റെ തന്ത്രത്തെ തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞ് ജയിക്കണം. കോപിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ വചനം പ്രവർത്തിക്കണം, ഈ സാത്താന് എന്നെ കോപിപ്പിക്കാൻ പറ്റുകയേയില്ല. ഈ സാത്താൻ തലകുത്തി നിന്നാലും ശരി, ഞാൻ കോപിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെയുള്ള തീരുമാനങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ജയിക്കും. ഹല്ലേലൂയ. കോപം തോൽവിയെ കൊണ്ടുവരും, ക്ഷമ ജയത്തെ കൊണ്ടുവരും. പക തോൽവിയെ കൊണ്ടുവരും, ക്ഷമ ജയത്തെ കൊണ്ടുവരും. പ്രതികാരം തോൽവിയെ കൊണ്ടുവരും, ക്ഷമ ജയത്തെ കൊണ്ടുവരും. ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെ ജയിക്കണമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. കോപിച്ചും പക കാണിച്ചും ദേഷ്യം കാണിച്ചും വൈരാഗ്യം കാണിച്ചുമല്ല ദൈവമക്കൾ ജയിക്കേണ്ടത്. അങ്ങനെ കാണിക്കുമ്പോൾ ദൈവമക്കൾ തോൽക്കുകയാണ് ദൈവത്തിൻ്റെ മുന്നിൽ. അവർ ക്ഷമിക്കുകയാണെങ്കിൽ, താഴ്ന്നു കൊടുക്കുകയാണെങ്കിൽ, വിട്ടുകൊടുക്കുകയാണെങ്കിൽ, താണിരിക്കുകയാണെങ്കിൽ, കാത്തിരിക്കുകയാണെങ്കിൽ അവർ ജയിക്കും. ജയിക്കുന്നവന് ഞാൻ ജീവന്റെ മന്ന തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവൻ ജീവജല നദിയിൽ നിന്നും കുടിക്കും. ജയിക്കുന്നവൻ ജീവകിരീടം വയ്ക്കും. ഹല്ലേലൂയ. ആ വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ആത്മീകമായ മർമ്മങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ ജയിക്കുവാനുള്ള സിറ്റുവേഷൻസ് കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആരാധിച്ചാൽ മാത്രം പോരാ, ജീവിതത്തിലുള്ള ഓരോ സിറ്റുവേഷൻസിലും അവിടെ നിങ്ങളെ പരീക്ഷിക്കുവാൻ വരുന്ന സാത്താനെ നിങ്ങൾ കണ്ടറിയുക. വചനത്താൽ ജയിക്കുക. സ്വഭാവത്തിൽ വചനത്തിന്റെ വെളിച്ചം വെളിപ്പെടട്ടെ, സംസാരത്തിൽ വചനത്തിന്റെ വെളിച്ചം വെളിപ്പെടട്ടെ. വചനത്താൽ ജയിക്കുക. ഹല്ലേലൂയ. നോക്കിയേ, മൂത്ത സഹോദരനായ യേശു ദൈവപുത്രനാണ്. നമ്മയും ദൈവപുത്രന്മാരാക്കി മാറ്റുവാൻ ഹെൽപ്പ് ചെയ്യുകയാണ്. നമ്മുടെ മൂത്ത സഹോദരനായ യേശുവിനെ നമുക്ക് കാണാം. സൃഷ്ടാവ് തന്നെ സൃഷ്ടിയിൽ പ്രവേശിച്ച് നമുക്ക് വേണ്ടിയിട്ട് ഒരു മാതൃക കാണിച്ചു തരുകയാണ്, ഒരു മൂത്ത സഹോദരനായി. ഹല്ലേലൂയ. മൂത്ത സഹോദരനായ ആരുടെ മൂത്ത സഹോദരൻ? നമ്മുടെ മൂത്ത സഹോദരനായി നിന്ന് നമ്മെ ഹെൽപ്പ് ചെയ്യുകയാണ്, നമുക്ക് ഐഡിയ പറഞ്ഞു തരുകയാണ്, നമ്മെ ഹെൽപ്പ് ചെയ്യാനുള്ള എല്ലാ സിറ്റുവേഷൻസും തരുകയാണ്. കാൽവരി ക്രൂശിൽ ഒരു യാഗമായി മാറി തൻ്റെ രക്തം ചിന്തി നമ്മുടെ പാപത്തിനൊരു പരിഹാരത്തെ കർത്താവ് ക്രൂശിൽ തന്നു. മൂത്ത സഹോദരൻ നമ്മെ ദൈവപുത്രന്മാരായി മാറുവാൻ തക്കവണ്ണം തന്ന ഒരു സഹായമാണത്. കർത്താവ് പറഞ്ഞു, ഞാൻ പോയാൽ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്കായി തരും. അതും മൂത്ത സഹോദരൻ തന്ന ഒരു സഹായമാണ്, ഒരു ഗിഫ്റ്റാണ്. യേശു എന്ന നാമം ആ മൂത്ത സഹോദരന്റെ ഗിഫ്റ്റാണ്. യേശുവിന്റെ രക്തം ആ മൂത്ത സഹോദരന്റെ ഗിഫ്റ്റാണ്. പരിശുദ്ധാത്മാവ് ആ മൂത്ത സഹോദരന്റെ ഗിഫ്റ്റാണ്. അനേക വചനങ്ങൾ കർത്താവ് പഠിപ്പിച്ചു. അതെല്ലാം ആ മൂത്ത സഹോദരൻ നമുക്ക് തന്ന ദാനമാണ്, ഗിഫ്റ്റാണ്. അത് ഏറ്റെടുത്താൽ നമ്മൾ ആരായി മാറും? ദൈവപുത്രനായി മാറും. ഹല്ലേലൂയ. ദൈവപുത്രനായി മാറുമ്പോൾ എന്ത് സംഭവിക്കും? അതേ വചനത്തിൽ പറയുന്നു, അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. ഇപ്പോൾ കാണുന്ന മനുഷ്യർ ശരീരത്തിൽ ആ രൂപമുണ്ട്, പക്ഷേ ദൈവം അത് അംഗീകരിക്കില്ല. ആത്മാവിൽ ആ സ്വരൂപമുണ്ടായെങ്കിലേ ദൈവം അംഗീകരിക്കുകയുള്ളൂ. 2 കണ്ണും മൂക്കും വായും തലയും 2 കാലും 2 കൈയും ഈ രൂപത്തിലാണ് ആത്മാവിൽ ദൈവമായിരിക്കുന്നത്. പക്ഷേ അത് ശരീരത്തിൽ മാത്രം ആ രൂപം വന്നാൽ ദൈവം അത് അംഗീകരിക്കില്ല.
ശരീരത്തിൽ മാത്രമേ രൂപമുള്ളൂ, ആത്മാവിൽ രൂപമില്ല എങ്കിൽ ആത്മാവിൽ അത് മറ്റു പല രൂപങ്ങളായിരിക്കും. ചിലപ്പോൾ ആത്മാവിൽ അവനൊരു പാമ്പായിരിക്കും, ആത്മാവിൽ അവനൊരു ചെന്നായായിരിക്കും, ആത്മാവിൽ അവൻ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്നാൽ ആത്മാവിൽ ദൈവത്തിൻ്റെ സ്വന്തം രൂപവും സ്വന്തം സാദൃശ്യവുമുള്ള ഒരാട്ടിൻകുട്ടിയായി, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ ഒരാട്ടിൻകുട്ടിയായി, വചനത്താൽ രൂപാന്തരപ്പെട്ട ഒരാട്ടിൻകുട്ടിയായി മാറിയെങ്കിൽ മാത്രമേ കർത്താവ് അത് അംഗീകരിക്കുകയുള്ളൂ. മനസ്സിലായോ നിങ്ങൾക്ക്? ആർക്കൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നമ്മെ അടിമുടി മാറ്റുകയാണ്. നമ്മുടെ ചിന്തകളെ മാറ്റുന്നു, ആഗ്രഹങ്ങളെ മാറ്റുന്നു, രീതികളെ മാറ്റുന്നു. എല്ലാറ്റിലും ഒരു മാറ്റത്തെ കർത്താവ് നമുക്ക് തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, നോക്കിക്കോളൂ. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ആഹാരത്തെക്കുറിച്ചും അഡിക്ഷനെക്കുറിച്ചും മടിയെക്കുറിച്ചും ആർത്തിയെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചു. ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് വരെ ചിന്തിച്ചു, അല്ലേ? അതുവരെയല്ലേ ചിന്തിച്ചത്? ശരി. നെക്സ്റ്റ് ലെവൽ, ഒരു ദൈവപുത്രൻ എങ്ങനെയായിരിക്കും, ഒരു ലോകമകൻ എങ്ങനെയായിരിക്കും എന്നുള്ള ചില 2-3 കാര്യങ്ങൾ കൂടെ നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നു. സദൃശവാക്യം 16:18, Proverbs chapter 16 verse 18. സദൃശവാക്യം 16:18 തമിഴിൽ വായിച്ചേ. அழிவுக்கு முன்னானது அகந்தை, விழுதலுக்கு முன்னானது மனமேட்டிமை. നാശത്തിന് മുന്നേ ഗർവം, വീഴ്ചയ്ക്ക് മുന്നേ ഉന്നതഭാവം. ഈ ഗർവവും ഉന്നതഭാവവും ആർക്കുള്ളതാണ്? ദൈവപുത്രനുള്ളതാണോ ജഡീകനുള്ളതാണോ? ജഡീകനുള്ളതാണ്, ദൈവപുത്രനുള്ളതല്ല. ഓക്കെ. ജഡീകൻ ഉന്നതഭാവം കാണിക്കും, ഗർവം കാണിക്കും, താറുമാറായി പ്രതികരിക്കും, താറുമാറായി സംസാരിക്കും. കാരണം അവൻ ആത്മീകനല്ല, അവൻ ജഡീകനാണ്, ലൗകികനാണ്, വചനമുള്ളിൽ ഇറങ്ങാത്തവനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ഉന്നതഭാവം കാണിക്കരുത്, ദൈവത്തിൻ്റെ മക്കൾ ഗർവം കാണിക്കരുത്. തമിഴിൽ എന്താ? മേട്ടിമൈ, അല്ലേ? അകന്തൈ, മനമേട്ടിമൈ. പക്ഷേ ദൈവപുത്രൻ അവൻ താഴ്മയുള്ളവനാണ്. അവനെ താഴ്മയുള്ളവരായിരിക്കുവാൻ കർത്താവ് അവനെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. അവൻ എന്തൊക്കെ കിട്ടിയാലും അവൻ്റെ മനസ്സിൽ ഒരു മേട്ടിമൈ വരില്ല, ഉന്നതഭാവം വരില്ല, അഹന്ത വരില്ല, ഞാനെന്ന ഭാവം വരില്ല. ആ ലെവലിൽ ദൈവത്തിൻ്റെ വചനം അവന് ട്രെയിനിങ് കൊടുത്തു. ഹല്ലേലൂയ. എത്ര നന്മകൾ കിട്ടിയാലും അവൻ അഹങ്കരിക്കില്ല, എത്ര നല്ല പേര് കിട്ടിയാലും അവൻ അഹങ്കരിക്കില്ല. അതാണ് ഒരു ദൈവപുത്രന്റെ പ്രത്യേകത. കർത്താവ് തൻ്റെ മക്കളെ ദൈവപുത്രന്മാരായി, സൺസ് ഓഫ് ഗോഡായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാളുകളിൽ ആരാണ് വെളിപ്പെട്ട് വരേണ്ടത്? നമ്മിൽ ഒരു ദൈവപുത്രൻ വെളിപ്പെട്ട് വരണം. ആരാണ് ദൈവപുത്രൻ? വചനത്താൽ പണിയപ്പെട്ട, വചനത്താൽ ക്യാരക്ടർ ഉണ്ടായ, ഫോർമേഷൻ നടന്ന ഒരുവനാണ് ദൈവപുത്രൻ. ഹല്ലേലൂയ. സൃഷ്ടികൾ ആ വെളിപ്പാടിനായി കാത്തിരിക്കുന്നു. സർവ സൃഷ്ടികളും കാത്തിരിക്കുന്നത് എന്തിനാണ്? ഈ ദൈവം സൃഷ്ടിച്ച മനുഷ്യരിൽ, ജഡീകരായി നടക്കുന്ന ഈ മനുഷ്യരിൽ, ലൗകികരായി നടക്കുന്ന ഈ മനുഷ്യരിൽ, വീണുപോയ ഈ മനുഷ്യരിൽ ഒരു വീണ്ടെടുപ്പുണ്ടായി അവനൊരു ദൈവപുത്രനായി എഴുന്നേറ്റ് വരണമെന്നുള്ളതാണ് സൃഷ്ടികൾ കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ആഗ്രഹിക്കുവിൻ, തീരുമാനിക്കുവിൻ, ഞാനൊരു ദൈവപുത്രനായി വെളിപ്പെടും. ദൈവത്തിൻ്റെ വചനത്തെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവപുത്രനായി ഞാൻ വെളിപ്പെടും. എൻ്റെ സംസാരത്തിൽ, എൻ്റെ നോട്ടത്തിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ രീതികളിൽ, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ദൈവപുത്രനായി വെളിപ്പെടും. വചനമനുസരിക്കുന്ന, വചനത്തിൻ്റെ വെളിച്ചം ഉള്ളിലുള്ള ഒരു ദൈവപുത്രനായി ഞാൻ വെളിപ്പെടും. ഹല്ലേലൂയ. അങ്ങനെ തന്നെ ചിന്തിക്കുവിൻ, അങ്ങനെ തന്നെ ആഗ്രഹിക്കുവിൻ. അപ്പോൾ ദൈവപുത്രനുള്ളതല്ല ഗർവം, ദൈവപുത്രനുള്ളതല്ല ഉന്നതഭാവം, അത് ലൗകികനും ജഡീകനും ഉള്ളതാണ്. ഒരു ദൈവ പൈതൽ അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കിട്ടിയാലും, എന്തെല്ലാം നന്മകൾ കിട്ടിയാലും, എത്രത്തോളം ഉയർച്ചകൾ വന്നാലും അവൻ്റെ ഹൃദയത്തിൽ അത് ഉയർച്ചയായി അവന് ഫീൽ ചെയ്യില്ല. അവൻ അപ്പോഴും താഴ്മയുള്ളവനായിരിക്കും. പണം വർദ്ധിക്കുമ്പോൾ അഹങ്കാരം വരരുത്, പദവികൾ വർദ്ധിക്കുമ്പോൾ അഹങ്കാരം വരരുത്, നന്മകൾ ലഭിക്കുമ്പോൾ അഹങ്കാരം വരരുത്. താഴ്മ തന്നെ നിലനിൽക്കണം, താഴ്മയോടുകൂടി ഇരിക്കണം. ആരെല്ലാം പുകഴ്ത്തിയാലും, ആരെല്ലാം കൊള്ളാമെന്ന് പറഞ്ഞാലും, ആരെല്ലാം എത്ര കാര്യങ്ങൾ പുകഴ്ത്തി സംസാരിച്ചാലും അത് നമ്മുടെ ഹൃദയത്തെ ഉയർത്തുന്ന ലെവലിലേക്ക് വിട്ടുകൊടുക്കരുത്. താഴ്മയെ മറന്നു പോകരുത്. ഹല്ലേലൂയ. വചനം വളരെ വ്യക്തമായി പറയുന്നു, നാശത്തിന് മുന്നേ
ഗർവം. ഹൃദയത്തിൽ ഗർവമുണ്ടാകുന്നുവോ, ഉന്നത ഭാവം ഉണ്ടാകുന്നുവോ, അഹങ്കാരം ഉണ്ടാകുന്നുവോ, ഞാനെന്ന ഭാവം ഉണ്ടാകുന്നുവോ, ഞാൻ എന്തോ വലുതാണെന്നുള്ള ചിന്തയുണ്ടാകുന്നുവോ, അത് നാശത്തിന് മുന്നോടിയായി വരുന്ന ചിന്തയാണ്. അങ്ങനെ ഒരു സംസാരം വായിൽ നിന്ന് വരുന്നുവോ, അത് നാശത്തിനും വീഴ്ചയ്ക്കും മുന്നോടിയായിട്ടുള്ള സംസാരമാണ്. വീഴ്ചയ്ക്ക് മുന്നുള്ള, നാശത്തിന് മുന്നുള്ള ചിന്തയാണ്. ഒരു ദൈവപുത്രൻ അങ്ങനെ വരില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ദൈവമക്കൾ ശ്രദ്ധിക്കണം. ഗർവം വരരുത്. പദവികൾ കിട്ടട്ടെ, പുകഴ്ചകൾ വരട്ടെ, നല്ലതെന്ന് പറയട്ടെ, ഉയർച്ചകൾ വരട്ടെ, പക്ഷെ ഹൃദയത്തിൽ കർത്താവിൻ്റെ മുന്നിൽ എപ്പോഴും ഒരു താഴ്മ നിലനിൽക്കട്ടെ. എൻ പരലോക രാജാവുക്ക് മുൻപാക நான் ஒன்றுமில்லை, நான் ஒன்றுமில்லை, என்னை படைத்த என் தெய்வத்திற்கு முன்பாக நான் ஒன்றுமில்லை, நான் ஒன்றுமில்லை, என் பரலோக ராஜாவுக்கு முன்பாக நான் ஒன்றுமில்லை, நான் ஒன்றுமில்லை, என்னை படைத்த என் தெய்வத்திற்கு முன்பாக நான் ஒன்றுமில்லை, நான் ஒன்றுമിல்லை. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു, എന്തൊക്കെ കിട്ടിയാലും അഹങ്കരിക്കരുത്, എത്ര ഉയർച്ച വന്നാലും അഹങ്കരിക്കരുത്. അതിൻ്റെ മറുവശം കൂടെ ഒന്ന് പറയട്ടെ. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ആരൊക്കെ വിട്ടുപോയാലും തകർന്നും പോകരുത്. ഹല്ലേലൂയ. മനസ്സിലായോ? കർത്താവിനേക്കാൾ അധികമായി ഒന്നിനെയും സ്നേഹിക്കരുത്. ഒരു വ്യക്തിയെയോ, ഒരു വസ്തുവിനെയോ, ഒരു പദവിയെയോ, ഒരു സാധനത്തെയോ, ഒന്നിനെയും യേശുവിനേക്കാൾ അധികമായി, തിരുവെഴുത്തിനേക്കാൾ, തിരുവചനത്തേക്കാൾ അധികമായി, അഭിഷേകത്തേക്കാൾ അധികമായി, പരിശുദ്ധാത്മ സാന്നിധ്യത്തേക്കാൾ അധികമായി ഒന്നിനെയും സ്നേഹിക്കരുത്. അടുത്തിരിക്കുന്നവർക്ക് ഒന്ന് കൈപിടിച്ച് നമുക്ക് പറയാം. കർത്താവിനേക്കാൾ അധികമായി, വചനത്തേക്കാൾ അധികമായി ഒരു വ്യക്തിയെയോ, ഒരു സാധനത്തെയോ, ഒരു പദവിയെയോ, ഒരു സാഹചര്യത്തെയോ സ്നേഹിക്കരുത്. ഓക്കെ? ഇത് വെറുതെ സൗണ്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പറയുന്ന കാര്യമല്ല, ജീവിതത്തിൽ പ്രയോഗിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനിതർ എന്നെ കൈവിട്ടാലും, മാംസമഴുകി നാറിട്ടാലും, ഐശ്വര്യം യാവും അഴിந்திട്ടാലും, അഗാധവനന്റെ തള്ളിവിട്ടാലും, ഐശ്വര്യം യാവും അഴിந்திട്ടാലും, അഗാധവനന്റെ തള്ളിവിട്ടാലും, യേശു പോതുമേ, യേശു പോതുമേ, எந்த நாளிலுமே, எந்த வாழ்வினிலே இயேசு போதுமே. பிசாசின் சோதனை செல்லவே, உலகமும் மாமிசமும் மயங்கிடாமல் சேரவே, உலகமும் மாமிசமும் மயக்கிட்டாலும் மயங்கிடாமல் முன்னேறவே, இயேசு போதுமே, இயேசு போதுமே, எந்த நாளிலுமே, எந்த நிலையிலுமே, எந்த வழியிலே യേശു പോതുമേ, യേശു പോതുമേ. എന്തെങ്കിലും കിട്ടുമ്പോൾ അധികം ആവേശം കാണിക്കരുത്, ഉന്നതഭാവം വരരുത്. എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയാലും ഹൃദയം തകർന്നു പോകരുത്. എല്ലാ സിറ്റുവേഷനിലും ഒരു ദൈവ പൈതലായി, ഒരു ദൈവപുത്രനായി സ്ഥിരതയോടെ നിൽക്കുവാൻ ദൈവമക്കൾക്ക് കഴിയണം. ഒരു ദൈവപൈതലിനെ കുറിച്ച് വചനം പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. ഹല്ലേലൂയ. പണം വന്നാലും അവൻ കുലുങ്ങില്ല, പണം പോയാലും അവൻ കുലുങ്ങില്ല.
പദവി വന്നാലും അവൻ കുലുങ്ങില്ല, പദവി നഷ്ടപ്പെട്ടാലും അവൻ കുലുങ്ങില്ല. എന്തൊക്കെ കിട്ടിയാലും അവൻ കുലുങ്ങില്ല, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അവൻ കലങ്ങില്ല, കുലുങ്ങില്ല. ഹല്ലേലൂയ. ഈ ലെവലിൽ ദൈവമക്കൾ പണിയപ്പെടണം. മനസ്സിന് അങ്ങനെ ഒരു ട്രെയിനിങ് വേണം. ഹല്ലേലൂയ. ശരി, നെക്സ്റ്റ് മറ്റൊരു വചനത്തിലേക്ക് നമുക്ക് പോകാം. സദൃശ്യവാക്യം 14:30. മറ്റൊരു സിറ്റുവേഷനിൽ ഒരു ദൈവപുത്രൻ എങ്ങനെയായിരിക്കും, ലൗകികൻ എങ്ങനെയായിരിക്കും? പ്രോവർബ്സ് 14:30. സ്വസ്ഥമനം ഉടലുക്ക് ജീവൻ, പൊറാമയോ എലുമ്പുരുക്കി. ശരി, നോക്കിക്കേ, നല്ലൊരു വചനം ഇതാണ്. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ. മനസ്സിന് എന്ത് വേണം? ശാന്തത വേണം. ഒരു ദൈവപുത്രന്റെ മനസ്സ് ഇങ്ങനെ വേണം. ശാന്തതയുള്ള മനസ്സ്, ടെൻഷൻ ഇല്ലാത്ത മനസ്സ്, വെപ്രാളം കാണിക്കാത്ത മനസ്സ്, സ്വസ്ഥതയോടിരിക്കുന്ന ഒരു മനസ്സ്, ശാന്ത മനസ്സ്. കർത്താവിനെ കുറിച്ച് വചനം പറയുന്നു, അവൻ സമാധാന പ്രഭുവാണ്. ഹീസ് ദ പ്രിൻസ് ഓഫ് പീസ്. ഹല്ലേലൂയ. നോക്കിയേ, സമാധാനമില്ലാതിരിക്കുന്നവർ, ഭാരങ്ങളിലിരിക്കുന്നവർ കർത്താവിൻ്റെ പാദത്തിൽ വരുമ്പോൾ, ദൈവ സാന്നിധ്യമുള്ളിടത്ത് വരുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ഭാരം മാറിപ്പോകും. ഹല്ലേലൂയ. ചിലരുടെ ജീവിതത്തിൽ അവർ എത്ര തന്നെ വിചാരിച്ചാലും ആ ഭാരത്തിൽ നിന്നും, ആ പ്രയാസത്തിൽ നിന്നും, ആ വേദനയിൽ നിന്നും, മനസ്സിൻ്റെ ഭാരത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയില്ല. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്ക് കഴിയാത്തത് ദൈവം ചെയ്യും. നിങ്ങളുടെ ഭാരത്തെ കർത്താവ് എടുത്തു മാറ്റും. നിങ്ങളുടെ വേദനയെ കർത്താവ് ഉള്ളത്തിൽ നിന്നും എടുത്തു മാറ്റും. എത്ര വിചാരിച്ചാലും സന്തോഷമായിരിക്കുവാൻ പറ്റില്ല, എത്ര വിചാരിച്ചാലും ആനന്ദത്തോടിരിക്കാൻ പറ്റില്ല, സമാധാനമായി ഇരിക്കാൻ പറ്റില്ല. അത് മനസ്സ് നിയന്ത്രണം വിട്ടു പോയത് കൊണ്ടിട്ടാണ്. മനസ്സിനൊരു ബലത്തെ തരുവാൻ കർത്താവ് ശക്തനാണ്. സമാധാന പ്രഭുവായ ദൈവത്തിൻ്റെ സമാധാനം ഉള്ളത്തിൽ തരുവാൻ മതിയായവൻ നമുക്കായിട്ടുണ്ട്. ഹല്ലേലൂയ. സമാധാനത്തിൻ്റെ ദൈവം, സമാധാന പുത്രൻ. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം ഉള്ളിൽ വേണം. നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം സമാധാനം ഉണ്ടാക്കണം. അവിടെ ടെൻഷൻ അല്ല ഉണ്ടാക്കേണ്ടത്, പേടിയല്ല ഉണ്ടാക്കേണ്ടത്, ഭയത്തെ അല്ല ഉണ്ടാക്കേണ്ടത്. ഒരു സമാധാനത്തെ ഉണ്ടാക്കുന്നവനാണ് ദൈവ പൈതൽ. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ. ബോഡിക്ക്, ശരീരത്തിന് നല്ല ഹെൽത്ത് ഉണ്ടാകണമെങ്കിൽ മനസ്സും ഹെൽത്തി ആയിരിക്കണം. അത് വചനം തന്നെ, ഡോക്ടർമാർ കണ്ടുപിടിക്കുന്നതിന് മുന്നേ വചനം തന്നെ അത് പറയുകയാണ്. എന്താണ്? ആരോഗ്യമുള്ള മനസ്സുണ്ടായാൽ ആരോഗ്യമുള്ള ശരീരമുണ്ടാകും. ഓക്കെ, ഭാരം നിറഞ്ഞ മനസ്സിലാണ് നിങ്ങളുടെ മനസ്സിരിക്കുന്നതെങ്കിൽ ക്രമേണ നിങ്ങളുടെ ശരീരവും ക്ഷയിക്കും, ശരീരത്തിൻ്റെ താളം തെറ്റും, ക്രമേണ അതൊരു രോഗമുള്ള ശരീരമായി മാറും. അതുകൊണ്ട് മനസ്സിനെ ഹെൽത്തിയായി വെക്കുവാൻ, ആരോഗ്യത്തോടുകൂടെ വെക്കുവാൻ ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവപുത്രന്മാർക്ക് ആരോഗ്യമുള്ള ശരീരം വേണം. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരത്തിൽ എന്ത് ബലഹീനത ഉണ്ടെങ്കിലും, ഓക്കെ, മരുന്നിനും വൈദ്യനും കഴിയുന്നില്ലെങ്കിൽ പോലും ദൈവത്തിന്റെ ശക്തിയാൽ ആ ബലഹീനതകളെ മാറ്റുവാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ കഴിയും. ഹല്ലേലൂയ. വരും ദിവസങ്ങളിലുള്ള ആരാധനകളിൽ നിങ്ങൾ എന്ത് ബലഹീനതകൾ ഉണ്ടെങ്കിലും അതിൽ നിന്നും പുറത്തു വരുവാനുള്ള ഒരുക്കങ്ങൾ നിങ്ങൾ ഇപ്പോഴേ ആരംഭിക്കുക. ഹല്ലേലൂയ. ഞാൻ രോഗിയായിരിക്കുവാൻ പാടില്ല, ഞാൻ ഒരു ഡയബറ്റീസ് പേഷ്യൻ്റ് ആയിരിക്കുവാൻ പാടില്ല, ഞാൻ കൊളസ്ട്രോൾ ഓവറായിരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുവാൻ പാടില്ല, എനിക്ക് BP കൂടി ഇരിക്കുവാൻ പാടില്ല, എൻ്റെ ഗ്ലാൻഡുകളെല്ലാം കറക്റ്റായി ഫങ്ഷൻ ചെയ്യണം, എൻ്റെ ഹോർമോൺസ് എല്ലാം നല്ലവണ്ണം ഫങ്ഷൻ ചെയ്യണം, എൻ്റെ ശരീരത്തിൽ ഒരു കാര്യങ്ങളും സന്തുലിതാവസ്ഥ തെറ്റുവാൻ പാടില്ല, എല്ലാം ബാലൻസ്ഡ് ആയിരിക്കണം എന്നൊരാഗ്രഹം ഉള്ളിൽ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ പാദത്തിൽ കാത്തിരുന്ന് ജയമെടുക്കുവാനുള്ള ഒരു വിശ്വാസവും ഒരു ഒരുക്കവും ഉണ്ടാകട്ടെ. വിശ്വാസമുള്ള ദൈവമക്കൾ ജയത്തെ എടുക്കും. ഒരുങ്ങുന്ന ദൈവമക്കൾ ജയത്തെ എടുക്കും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കേഴുതു പറഞ്ഞേ, ടെൻഷനുള്ള മനസ്സ് വേണ്ട, ശാന്തതയുള്ള മനസ്സ് മതി. എന്തു കേട്ടാലും ടെൻഷൻ അടിക്കണ്ട. ഇയ്യോബിനെ നോക്കൂ, പല പല വർത്തമാനങ്ങൾ കേൾക്കുന്നു. എന്താണ് കേൾക്കുന്ന വർത്തമാനം? ആ വചനം എടുക്കാം. ഇയ്യോബിന്റെ പുസ്തകം. ഇയ്യോബ് കേൾക്കുന്ന വർത്തമാനവും ഇയ്യോബിന്റെ റിയാക്ഷനും നമുക്കൊന്ന് നോക്കാം.
1-ാം അധ്യായം 15-ാം വാക്യം, ആദ്യത്തെ അടി. சபையர் அவைகள் மேல் விழுந்து அவைகளை சாய்த்து கொண்டு போனார்கள். வேலையாட்களையும் பட்டயக்கருக்கினால் வெட்டி போட்டார்கள். നോക്കിക്കേ, യോബ് കേൾക്കുന്ന ഒരു വർത്തമാനം ഇതാണ്: കാളകളെ പൂട്ടുകയും പെൺകഴുതകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയുമായിരുന്നു. കാളകളും പെൺകഴുതകളും യോബിന്റെ സമ്പത്താണ്. ഓക്കെ, യോബിനെ ദൈവം ധാരാളമായി സാമ്പത്തികമായും അനുഗ്രഹിച്ചു. ഓക്കെ, ദൈവം നമ്മെ സാമ്പത്തികമായി അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. എന്നാൽ സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള ഒരു ബലവും ഒരു ശക്തിയും ഒരു ജ്ഞാനവും ദൈവമക്കൾ പ്രാപിക്കണം. എങ്കിൽ സമ്പത്ത് വർദ്ധിക്കും. ചിലർക്ക് ദൈവം എത്ര സമ്പത്ത് തന്നാലും അത് ഓട്ടപാത്രത്തിൽ എന്തെങ്കിലും ഇടുന്നത് പോലെ ആയിരിക്കും. കാരണം അതിനെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ, അതിനെ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധി കാണില്ല. അപ്പോൾ ആ ബുദ്ധി ദൈവവചനത്തിൽ നിന്നും സ്വന്തമാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ പാത്രം ഓട്ടപാത്രമാണോ ഓട്ടയില്ലാത്ത പാത്രമാണോ? സമ്പത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ചോദിക്കുകയാണ്, ഓട്ടപാത്രമാണോ ഓട്ടയില്ലാത്ത പാത്രമാണോ? ശരി, പറയണമെന്നില്ല. ഓട്ടപാത്രമാണെങ്കിൽ ആ ഓട്ടകളെല്ലാം അടയണം. സമ്പത്ത് ചോർന്നു പോകരുത്. സമ്പത്ത് നിൽക്കണം, അത് തങ്ങണം, അത് വർദ്ധിക്കണം. ഓക്കെ, വചനം പറയുന്നു യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. ഇന്നീ ഭൂമിയിൽ സമ്പത്തുണ്ടാക്കിയവരെല്ലാവരും യഹോവയുടെ അനുഗ്രഹത്താൽ ഉണ്ടാക്കിയ സമ്പത്തല്ല. പൈശാചിക ശക്തികളുടെ സഹായത്താൽ സമ്പത്തുണ്ടാക്കിയവരും ഭൂമിയിലുണ്ട്. സ്വന്തം അധ്വാനത്താലും പ്രയത്നത്താലും ബുദ്ധിയാലും സമ്പത്തുണ്ടാക്കിയവരും ഭൂമിയിലുണ്ട്. എന്നാൽ നമ്മുടെ അധ്വാനത്തോടൊപ്പം ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് കൂടെ വരികയാണെങ്കിൽ ദൈവത്താലുള്ളൊരു ആശീർവാദം സമ്പത്തിൻ്റെ മേൽ വരുവാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നത് സമ്പത്തിനോട് വെറുപ്പുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. സമ്പത്തിനോട് വെറുപ്പുള്ളവർ നിങ്ങൾ ഈ വചനം വിട്ടേക്കൂ, സ്കിപ്പ് ചെയ്തേക്കൂ. എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകൂ എന്നുള്ളൊരു രഹസ്യം ദൈവത്തിൻ്റെ മക്കൾ ഗ്രഹിച്ചാൽ, ഏറ്റെടുത്താൽ സമ്പത്തിൻ്റെ ഒരു ഒഴുക്ക് നിങ്ങളുടെ മേൽ വരും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം വായിച്ചാൽ അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ വരുമെന്ന് ഒരു വാഗ്ദത്തമായി കർത്താവ് പറയുകയാണ്. ഓക്കെ, അത് വേണ്ടെന്ന് പറയുന്നവർക്ക് അവരുടെ അടുക്കൽ അത് വരില്ല. ചിലർക്ക് ഭക്തി കൂടുമ്പോൾ അവർക്ക് സമ്പത്തിനോടൊരു വെറുപ്പുണ്ടാകും. ഭക്തി കൂടുമ്പോൾ സമ്പത്തിനെ അവർ മാനിക്കില്ല. ചില ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കും, തെറ്റിദ്ധരിച്ച് ഗ്രഹിക്കും. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾ അങ്ങനെ ചെയ്യരുത്. ഈ ഭൂമിയിൽ കർത്താവ് നമ്മെ വെച്ചിരിക്കുന്നത് ഭൂമിയുടെ ഉപ്പായിട്ടാണ്. ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ഭൂമിയുടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു വിസ്ഡം, ഒരു ജ്ഞാനം ദൈവമക്കൾക്ക് വേണം. ഹല്ലേലൂയ. അനാവശ്യമായ ഉപദേശങ്ങൾ, ദുരുപദേശങ്ങൾ, ഇതൊന്നും നമ്മുടെ ഉള്ളിൽ വീണ് അത് നമ്മെ നശിപ്പിക്കരുത്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും സത്യത്തെ ഗ്രഹിപ്പാൻ എപ്പോഴും ശ്രമിക്കുക. ഹല്ലേലൂയ. ഏത് ഉപദേശം കേട്ടാലും അതേപടി എടുത്ത് വിഴുങ്ങരുത്. നിങ്ങൾക്ക് ചിന്തിക്കുവാൻ ബുദ്ധിയുണ്ട്. നിങ്ങൾ വചനത്തെ വായിച്ച് അതിനെ ക്രോസ് ചെക്ക് ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് ആ സത്യത്തെ ഗ്രഹിക്കുക. ഹല്ലേലൂയ. പലരും പലതരത്തിലുള്ള ഉപദേശങ്ങൾ പറഞ്ഞ് അതിൻ്റെ സംശയങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. ഞാനും ആ വചനത്തെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ചില കേൾക്കുന്ന കാര്യങ്ങൾ ബേസ്ലെസ് ആണ്. ചിലരുടെ ഉപദേശങ്ങൾ വചനത്തിൻ്റെ അടിസ്ഥാനമില്ലാത്തതാണ്. വചനത്തിൻ്റെ അടിസ്ഥാനമില്ലാത്ത ഒരു ഉപദേശം ദൈവമക്കൾക്ക് വേണ്ട. അത് സമ്പത്തിനെ കുറിച്ചുള്ളതായാലും ശരി, വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ളതായാലും ശരി, ബന്ധങ്ങളെക്കുറിച്ചുള്ളതായാലും ശരി, പദവിയെയും തൊഴിലിനെയും കുറിച്ചുള്ളതായാലും ശരി, വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ളതായാലും ശരി, ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന ഏതൊരു കാര്യത്തെക്കുറിച്ചുള്ളതായാലും ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ ആ കാര്യത്തെ നമ്മൾ കൈകാര്യം ചെയ്യണം, ഗ്രഹിക്കണം. ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ, പെട്ടെന്ന് ശെബായർ വന്ന് അവയെ പിടിച്ചുകൊണ്ടു പോവുകയും മറ്റൊരു ദേശക്കാർ എന്തു ചെയ്തു? കാളകളെയും കഴുതകളെയും പിടിച്ചുകൊണ്ടുപോയി വേലക്കാരെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. എങ്ങനെ? വേലക്കാരെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു, അതിലൊരുത്തൻ മാത്രം എസ്കേപ്പായി വന്നു എന്ന് പറയുകയാണ്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുത്തൻ വന്നു. ദൈവത്തിന്റെ തീ ആകാശത്തു നിന്നും വീണ് കത്തി. യഥാർത്ഥത്തിൽ ഇവന് ദൈവത്തിന്റെ തീ ഏതാണെന്നും പിശാചിന്റെ തീ ഏതാണെന്നും അറിയാത്ത ഒരുത്തനാണ് വന്ന് പറയുന്നത്. എഴുതി തീ വീണെന്നാ പറയുന്നേ? ദൈവത്തിന്റെ തീ വീണെന്നാ പറയുന്നേ. ദൈവത്തിന്റെ തീ വീണിട്ടില്ല.
ദൈവം തീ അയച്ച് നമ്മുടെ സമ്പത്തിനെ നശിപ്പിക്കുന്ന ലെവലിൽ അത്രയ്ക്ക് വിവരമില്ലാത്ത ആളല്ല ദൈവം. ദൈവം തൻ്റെ മകളെ പ്രൊട്ടക്ട് ചെയ്യുന്നവനാണ്. എന്നാൽ സാത്താൻ ദൈവത്തോട് അനുവാദം ചോദിച്ചു ഇയ്യോബിന്റെ സമ്പത്തിനെ തൊടുവാൻ. അപ്പോൾ ആ തീ വീണത് ദൈവത്തിൽ നിന്നല്ല, ആ തീ വീണത് സാത്താനിൽ നിന്നാണ്. സാത്താന്റെ തീ, നശിപ്പിക്കുന്ന തീ, ദൈവ പൈതലെ നിന്റെ മേൽ വീഴാതിരിക്കണമെങ്കിൽ ദൈവം കെട്ടിയൊരു വേലി നിന്റെ ജീവിതത്തിൽ വേണം. വചനത്തെ അനുസരിച്ച് ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്ന ദൈവ പൈതലാണ് നീയെങ്കിൽ ദൈവം കെട്ടുന്നൊരു വേലി നിനക്കുണ്ടായിരിക്കും. സാത്താന്റെ ആയുധങ്ങൾ, ദുഷ്ടന്റെ അസ്ത്രങ്ങൾ നിന്റെ മേൽ തറയ്ക്കുകയില്ല. ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വരുന്ന ബാധകൾ, മഹാമാരികൾ നിന്നെ നശിപ്പിക്കുകയില്ല. ദൈവം കോട്ട കെട്ടി കാത്തുകൊള്ളും. അവൻ നിനക്ക് കോട്ടയും പരിചയും പലകയുമായിരിക്കും. ഇപ്പോൾ ഇവിടെ ഇയ്യോബിന് ദൈവം പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ചില സമയങ്ങളിലേക്ക് അനുവദിച്ചു കൊടുത്തു. അപ്പോൾ നഷ്ടപ്പെട്ടു പോയി എന്ന് മറ്റൊരു ദൂതൻ വന്ന് പറയുന്നു. തീ വീണു, ആടുകളും വേലക്കാരും അതിന് ഇരയായിപ്പോയി. തീ കത്തി, ആടുകളും വേലക്കാരും നശിച്ചുപോയി. അടുത്ത് 17-ാം വാക്യത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ദൂതൻ വന്ന് പറയുകയാണ്, പെട്ടെന്ന് കൽദയർ വന്ന്, മറ്റൊരു ദേശക്കാർ വന്ന് 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചു കൊണ്ടുപോവുകയും വേലക്കാരെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. ഓക്കെ, അടുത്ത് 18-ാം വാക്യത്തിൽ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്ന് പറയുകയാണ്, നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് വന്ന് വീട്ടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് യൗവനക്കാരുടെ മേൽ വീണു, അവർ മരിച്ചുപോയി. നോക്കിക്കേ, മുഴുവനും നാശത്തോട് നാശം. കാളകൾ, കഴുതകൾ അവയെ പിടിച്ചുകൊണ്ടുപോയി. ആടുമാടുകൾ, വേലക്കാർ, അവരുടെ മേൽ തീ വന്നു വീണു. ഒട്ടകങ്ങൾ കൽദയർ പിടിച്ചുകൊണ്ടുപോയി. മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കൾ, കാറ്റടിച്ചു, ആ വീട് വീണ് അവരെല്ലാം മരിച്ചുപോയി. മറ്റു വേലക്കാരെ ശത്രുക്കൾ വന്ന് വാളിനാൽ കൊന്നുകളഞ്ഞു. ഇയ്യോബിനുള്ള സകലത്തിന്റെ മേലും ഒരു നാശം വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു വർത്തമാനം കേട്ടപ്പോൾ ഇയ്യോബ് എന്ത് ചെയ്തു? 20-ാം വാക്യത്തിൽ എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. എന്ത് ചെയ്തു? സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു എന്നുള്ള വാക്കിന് ഇംഗ്ലീഷ് ബൈബിളിൽ ആരാധിച്ചു എന്നാണ്. എന്താണ് പറയുന്നത്? ആരാധിച്ചു എന്നാണ്. ഈ സമയം ഇയ്യോബ് വീണ്ടും പറയുകയാണ് 21-ാം വാക്യത്തിൽ, നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്നും പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോഴും ഇയ്യോബ് ദൈവത്തെ വിട്ട് മാറുന്നില്ല. ഇയ്യോബ് പറയുകയാണ്, ഞാൻ അമ്മയുടെ വയറ്റിൽ നിന്നും എങ്ങനെയാ വന്നത്? ടൈയും കോട്ടും ഷൂട്ടും ഇട്ടുകൊണ്ടല്ല വന്നത്. പിന്നെ എങ്ങനെയാ വന്നേ? നഗ്നനായി ഞാൻ പുറത്തു വന്നു, ഞാൻ അതുപോലെ തന്നെ മടങ്ങിപ്പോകും. ഇത് മനുഷ്യ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇയ്യോബ് ദൈവത്തിന്റെ മുന്നിൽ നമസ്കരിക്കുകയാണ്. വീണ്ടും ഇയ്യോബ് പറയുകയാണ്, ദൈവത്തിനെതിരല്ല, ഇയ്യോബിന്റെ ചിന്തകളോ ഇമോഷൻസോ ദൈവത്തിന് വിരോധമായി വരുന്നേയില്ല. വീണ്ടും ഇയ്യോബ് പറയുകയാണ്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്താണ്? യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും നമ്മൾ പ്രതികരിക്കുക? നമ്മളൊരു കോഴിയെ അടവച്ചു വന്നിരിക്കട്ടെ, 10 മുട്ട കോഴിയെ അടവച്ചു. ഒരു ദിവസം നോക്കിയപ്പോൾ എല്ലാ കുഞ്ഞും വിരിഞ്ഞു. അടുത്ത ദിവസം നോക്കിയപ്പോൾ എല്ലാ കുഞ്ഞും ചത്തു, തള്ളക്കോഴിയും ചത്തു. എന്തായിരിക്കും നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? പറഞ്ഞു, എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? മുറുമുറുക്കോ പിറുപിറുക്കോ? അതേ ദൈവത്തിന് നന്ദി പറയോ? വചനം പറഞ്ഞു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. അമ്മാമ്മ കോഴി അടവയ്ക്കാറുണ്ട്. എന്തൊരു സൗണ്ട് കേൾക്കുന്നല്ലോ. ഓക്കെ. ഇപ്പോ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ എല്ലാം വിരിയാറുണ്ട് അല്ലേ അമ്മമ്മ? മുട്ടയിടാതെ തരുന്ന കോഴികൾ മുട്ടയിട്ട് തുടങ്ങി. അപ്പാപ്പന്റെ പ്രസവിക്കാതെ നിന്ന ആടുകൾ പ്രസവിച്ചു തുടങ്ങി. എല്ലാറ്റിൻ്റെ മേലും ബ്ലെസ്സിങ് ഉണ്ടായി. ബട്ട് ഒരു ഡീമോണിക് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ, പൈശാചികമായ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ, ചില കേടുകൾ, നാശങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, വേദനകൾ ജീവിതത്തിൽ വരുമ്പോൾ, അപ്പോഴും ഒരു ദൈവപുത്രൻ എങ്ങനെയായിരിക്കണം?
അവൻ ദൈവത്തിനെതിരെ അവൻ്റെ മനസ്സ് നീറരുത്. അവൻ്റെ വായിൽ നിന്നും ദൈവത്തിനെതിരെയുള്ള വാക്കുകൾ വരരുത്. എന്തുകൊണ്ട് എനിക്ക് ഈ കഷ്ടമെന്ന് ചോദ്യം ചെയ്യുന്ന രീതിയിൽ വരരുത്, വിമർശിക്കുന്ന രീതിയിൽ വരരുത്, നെഗറ്റീവ് സംസാരിക്കുന്ന രീതിയിൽ വരരുത്. അപ്പോഴും അവൻ ദൈവത്തിന് കീഴ്പ്പെട്ട് ദൈവത്തെ സ്തുതിക്കുവാനും നന്ദി പറയുവാനുമുള്ള നല്ലൊരു ഹൃദയം അവനുണ്ടാകണം. ഹല്ലേലൂയ. അനുഗ്രഹം വരുമ്പോൾ അഹങ്കരിക്കുകയും ചെയ്യരുത്. നഷ്ടങ്ങൾ വരുമ്പോൾ മുറുമുറുക്കുകയും ചെയ്യരുത്. നന്മകൾ വരുമ്പോൾ നിഗളിക്കരുത്. ഉയർച്ചകൾ വരുമ്പോൾ നിഗളിക്കരുത്. നഷ്ടങ്ങൾ വരുമ്പോൾ പിറുപിറുക്കരുത്, മുറുമുറുക്കരുത്, പിന്തിരിഞ്ഞു പോകരുത്. எந்த காலத்திலும் எந்த நேரத்திலும் நன்றியால் உம்மை நான் துதிப்பேன். இயேசுவே உம்மை நான் துதிப்பேன் துதிப்பேன் இந்த வேளையிலும் துதிப்பேன். ஓஹோ இயேசுவே உம்மை நான் துதிப்பேன் துதிப்பேன் இந்த വേളയിലും അങ്ങനെ ഒരു ഹൃദയം നമുക്കും ഉണ്ടാകട്ടെ. യവനെ നോക്കൂ, സ്വന്തം മക്കൾ പോലും നഷ്ടപ്പെട്ടിട്ടും അത് ഹൃദയത്തെ തകർക്കാതെ അപ്പോഴും ദൈവത്തെ നമസ്കരിക്കുവാനും ആരാധിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനും തക്കവണ്ണം യോബ് ഒരു ദൈവപുത്രനായി വളർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ഭക്തൻ, അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചുപോയി. സാധു കൊച്ചുകുഞ്ഞുപദേശി, അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചുപോയെന്ന് വർത്തമാനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വർത്തമാനം കേട്ടു. സ്വന്തമായൊരു വീടില്ല, വാടക വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുവാൻ പറഞ്ഞു. അപ്പോഴും അയാൾ ഒരു മാറ്റവുമില്ലാതെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ മകൻ്റെ മരണവാർത്ത കേട്ടപ്പോഴും പ്രസംഗം പകുതിയിൽ വെച്ച് നിർത്തിയിട്ട് ഇറങ്ങി ഓടിയില്ല. പകരം അതെല്ലാം പൂർത്തീകരിച്ച്, ആ ശുശ്രൂഷകളെല്ലാം പൂർത്തീകരിച്ചിട്ട് പിന്നാലെ വരുന്നു മകനെ അടക്കം ചെയ്യുവാൻ. മകനെ, ആ മരിച്ച ശരീരത്തെ കാലിൽ എടുത്തു വെച്ചുകൊണ്ട് അദ്ദേഹം പാടിയൊരു പാട്ടാണ്, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. നോക്കിയേ, ആ മകന്റെ ശവശരീരം കാലിൽ കിടക്കുമ്പോൾ തന്നെ വീണ്ടും പാടുന്നൊരു വരിയുണ്ട്, ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലു അവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അവൻ അടിച്ചാലു അവൻ എന്നെ സ്നേഹിക്കുന്നു. ഒരുപക്ഷെ ആത്മാവിൽ ബലപ്പെട്ട ഒരു ഭക്തനായിരുന്നുവെങ്കിൽ ഏലിയാവിനെ പോലെ ഡെഡ് ബോഡിയെ ഉയർത്തെഴുന്നേൽപ്പിക്കുമായിരുന്നു. ഓക്കെ, ബട്ട് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോഴും കെരീത്തിൽ ഏലിയാവിന് കാക്കയുടെ മേൽ അപ്പവും ഇറച്ചിയും കൊടുത്തയച്ച ദൈവത്തിന്റെ പ്രവൃത്തിയും വെളിപ്പെട്ടില്ല. പക്ഷെ അപ്പോഴും ഭക്തി നഷ്ടപ്പെടുത്താതെ, ദൈവസ്നേഹം നഷ്ടപ്പെടുത്താതെ അപ്പോഴും കർത്താവിനെ മുറുകെ പിടിക്കുന്ന ഒരു നല്ല മനസ്സ് ആ ഭക്തനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആത്മാവിൽ നമ്മൾ എത്ര അളവിൽ വളർന്നു, എത്ര മഹത്വം, തേജസ്, ദൈവത്തിന്റെ അഭിഷേകം, കൃപകൾ, കൃപാവരങ്ങൾ പ്രാപിച്ചു എന്നല്ല, ആയിരിക്കുന്ന അവസ്ഥയിൽ എത്ര സ്നേഹത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചിലപ്പോൾ ഡെഡ് ബോഡികളെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള പവറില്ലായിരിക്കാം, രോഗികളെ സൗഖ്യമാക്കുവാനുള്ള പവറില്ലായിരിക്കാം, ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള പവറില്ലായിരിക്കാം,
സിംഹക്കുടിയിലിട്ടാൽ സിംഹത്തിന്റെ വായടയ്ക്കുവാൻ ദൂതൻ ഇറങ്ങി വരത്തക്ക ലെവലിൽ വളർന്നിട്ടുണ്ടാവില്ല. എങ്കിൽ പോലും ആ സമയത്തും കർത്താവിനെ തള്ളിപ്പറയാതെ വണ്ണം കർത്താവിനെ മുറുകെ പിടിക്കുവാനുള്ള ഒരു നല്ല സ്നേഹം, ഒരു നല്ല സമർപ്പണം ദൈവ പൈതലേ നമ്മിലുണ്ടായിരിക്കട്ടെ. മുറുമുറുക്കാതെ വണ്ണം, പിറുപിറുക്കാതെ വണ്ണം, ഹൃദയം തകർന്നു പോകാതെ വണ്ണം, ഹൃദയത്തിൽ ദുഃഖം നിറയാതെ വണ്ണം, ഭാരം നിറയാതെ വണ്ണം കർത്താവിനെ സ്നേഹിക്കുവാൻ യേശു മാത്രം എനിക്ക് മതി എന്നുള്ള അതേ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുവാനുള്ള ഒരു നല്ല സ്നേഹം നിന്റെ ഉള്ളിലുണ്ടായിരിക്കട്ടെ. അതും ഒരു ദൈവപുത്രന്റെ ലക്ഷണമാണ്. ഇനിയും ആത്മീകമായി ഉയർന്ന നിലകളിൽ വളർന്നു വരുവാൻ അവസരമുണ്ട്. എന്നാൽ വളർച്ചയുടെ താഴെക്കട്ടത്തിൽ നിൽക്കുമ്പോഴും എത്ര തകർച്ചകളോ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ വന്നാലും കർത്താവിനെ വിട്ട് പിന്മാറിപ്പോകാതെ വണ്ണം, കർത്താവിൻ്റെ സ്നേഹത്തെ തള്ളിക്കളയാതെ വണ്ണം, ഉപേക്ഷിക്കാതെ വണ്ണം, കർത്താവിൻ്റെ വഴിയിൽ നിന്നും മാറാതെ വണ്ണം ആ കർത്താവിനോട് പറ്റി നിൽക്കുവാനുള്ള ഒരു തീരുമാനമുണ്ടല്ലോ, ആ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു സ്നേഹമുണ്ടല്ലോ, അതിലൊരു മാന്യത കർത്താവ് നമുക്ക് തരും. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്നുള്ള ദൈവത്തിന്റെ മഹത്വമുള്ള കാര്യം നമ്മുടെ മേൽ വെളിപ്പെട്ടു വരും. ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ, ഇങ്ങനെയൊരു സ്നേഹമുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവവചനത്തെ സ്നേഹിക്കുവാൻ, കർത്താവിന്റെ വഴിയിൽ തന്നെ നിൽക്കുവാൻ, ഏത് സിറ്റുവേഷനിലും നെഗറ്റീവ് സിറ്റുവേഷനിലും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള നല്ല ഹൃദയമുണ്ടോ? കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു ചെല്ലും ഞാൻ. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു ചെല്ലും ഞാൻ. അതുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും ആമേൻ. അതുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. എത്ര നല്ല രക്ഷകൻ വേറെയൊടിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. എത്ര നല്ല രക്ഷകൻ വേറെയൊടിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. നല്ല ആശയങ്ങൾ ഉള്ളിൽ നിറയട്ടെ. നെഗറ്റീവ് സിറ്റുവേഷൻസ് വരുമ്പോൾ മുറുമുറുക്കുന്ന ഒരു ഉള്ളമാണ് നിന്റെതെങ്കിൽ അതൊരു ദുഷ്ടഹൃദയമാണ്. അത് നിന്നെ ചലിപ്പിക്കരുത്. കുലുങ്ങാതെ കർത്താവിന്റെ സ്നേഹത്തിലും വിശ്വാസത്തിലും ഭക്തിയിലും നിൽക്കുവാൻ ദൈവപൈതലേ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദൃശവാക്യം 14:30 വരാം. സദൃശവാക്യം 14:30. വായിച്ചേ, തമിഴിൽ വായിച്ചേ. സ്വസ്ഥ മനം ഉടലുക്ക് ജീവൻ, പൊറാമയോ ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ. മനസ്സിനെ കാമായി ക്വയറ്റായി വെച്ചിരുന്നാൽ ഒരു ഭാരവും വഹിച്ചുകൊണ്ടിരിക്കരുത്. കഥ പറയുന്നു, നിന്റെ സകല ഭാരവും നിന്റെ എല്ലാ ചിന്താകുലതകളും എൻ്റെ മേലിട്ടുകൊള്ളുക, നീ ഫ്രീ ആയിരിക്കുക. മനസ്സിൽ ആ ഭാരത്തെ ചുമന്നുകൊണ്ട് നടന്നതുകൊണ്ട് നിനക്കതിന് സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റില്ല. നീ ഭാരപ്പെട്ടത് കൊണ്ടോ കലങ്ങിയത് കൊണ്ടോ ഒന്നിനും പരിഹാരമുണ്ടാകില്ല. അത് കർത്താവിൻ്റെ കൈകളിൽ കൊടുക്ക്. നിന്റെ ജോലി എന്താ? സ്തുതിക്കുക, ആരാധിക്കുക. ആ സ്വർഗീയ സേനയോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്ത്. നീ ആരാധിക്കുമ്പോൾ ഒരു പക്ഷേ സ്വർഗം തുറക്കും. നീ ആരാധിക്കുമ്പോൾ ഒരു പക്ഷേ ആ സിംഹാസനത്തിൽ നിന്ന് കർത്താവ് നിനക്കായി ചലിക്കും. നീ ആരാധിക്കുമ്പോൾ ഒരു പക്ഷേ നിന്റെ കാര്യങ്ങൾക്കായി ദൈവം തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നീ ആരാധിക്കുക. നീ ആരാധിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ സ്വർഗം ചലിക്കട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. കലങ്ങിയത് കൊണ്ടോ ഭാരപ്പെട്ടത് കൊണ്ടോ നിരാശപ്പെട്ടത് കൊണ്ടോ തളർന്നിരുന്നത് കൊണ്ടോ ഒന്നും നടക്കില്ല. ഹല്ലേലൂയ. കലക്കം അത് പിശാചിന് ഇടം കൊടുക്കുന്നു. വിശ്വാസം ദൈവത്തിന്റെ പ്രവൃത്തിയെ കൊണ്ടുവരുന്നു. ഭാരം അത് പിശാചിന് ഇടം കൊടുക്കുന്നു. എന്നാൽ ആ ഭാരം ഇറക്കി വെച്ച് കർത്താവിനെ സ്തുതിക്കുന്നത് ദൈവദൂതന്മാരെ ചലിപ്പിക്കുന്നു.
ഹല്ലേലൂയ. ശാന്ത മനസ്സ് ഒരു ദൈവപുത്രന് വേണം. ലൗകികനെ പോലെ, ജഡീകനെ പോലെ കലങ്ങി, കരഞ്ഞ്, പതറി, വേദനിച്ച്, നിരാശപ്പെട്ട്, തളർന്ന് ഇരിക്കരുത്. സമാധാനത്തോടിരിക്കുക. എല്ലാം നഷ്ടപ്പെടുമ്പോഴും സമാധാനത്തോടിരിക്കുക. ഭാരമെല്ലാം കർത്താവിന്റെ മേലിട്ടിട്ട് കർത്താവിനെ സ്തുതിക്കുക. ആ ഭാരത്തെ ചുമന്നുകൊണ്ട് നടക്കരുത്. നിന്റെ ഹൃദയം നിരാശപ്പെട്ടിരുന്നാൽ അത് മുഖത്ത് പ്രതിഫലിക്കും. അത് ശരീരത്തിൽ രോഗമായി വെളിപ്പെട്ട് വരും. ഭാരത്തെ എടുത്ത് കള. സ്തുതിക്കുവാൻ ഹൃദയത്തെ ഒരുക്ക്. നെക്സ്റ്റ് സെക്ഷനിൽ പറയുന്നു, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. അസൂയ. ഒരു ദൈവപുത്രൻ അസൂയ ഉണ്ടാകുമോ? ലൗകികൻ അസൂയ ഉണ്ടാകുമോ? ലൗകികൻ അസൂയ ഉണ്ടാകും. ദൈവപുത്രൻ അസൂയ ഉണ്ടാകില്ല. ദൈവപുത്രൻ ഒന്നിനെ കുറിച്ചും അസൂയപ്പെടില്ല. നന്മകളിൽ സന്തോഷിക്കും. ഹല്ലേലൂയ. അസൂയയുള്ള പാസ്റ്റർമാരും, അസൂയയുള്ള പ്രവാചകന്മാരും, അസൂയയുള്ള സുവിശേഷകരും, അസൂയയുള്ള ദൈവവേലക്കാരും ഉണ്ടാകാം. എന്നാൽ എന്തുകൊണ്ടങ്ങനെ? അവൻ ജഡീകനായതുകൊണ്ടാണ് അങ്ങനെ. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം അവന്റെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ ഒരിക്കലും അസൂയക്കാരനായിരിക്കില്ല. അവനൊരു ദൈവപുത്രനായി രൂപാന്തരപ്പെടുമ്പോൾ ദൈവപുത്രന്റെ ഒരു ഭാവം, ദൈവപുത്രന്റെ ഒരു ചിന്താഗതി അവന്റെ ഉള്ളിലുണ്ടാകും. ഹല്ലേലൂയ. നിങ്ങളോട് ആരെങ്കിലും അസൂയപ്പെട്ടാൽ നിങ്ങൾക്ക് അവരോട് ദേഷ്യം തോന്നണ്ട. അത് നിങ്ങളുടെ സ്വഭാവമല്ല. നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ, ദൈവപുത്രനാണെങ്കിൽ, അസൂയ നമ്മുടെ കാറ്റഗറിയിൽപ്പെട്ടതല്ല, നമ്മുടെ വംശത്തിൽപ്പെട്ടതല്ല. കാകത്തിൻ വംശം നാനല്ല, സിംഹത്തിൻ കുട്ടി നാനേ. അവിടെ പാടിയതാണ്, കാക്കയുടെ വംശമല്ല ഞാൻ സിംഹത്തിന്റെ കുട്ടിയാണ്. കാക്ക തട്ടിപ്പറിക്കും, പാത്തിരുന്ന് പതുങ്ങി തട്ടിയെടുക്കാൻ നോക്കും. സിംഹം അങ്ങനെയല്ല, അവനൊരു രാജാവിന്റെ പവറുണ്ട്. ഹല്ലേലൂയ. നീ ഏത് വംശത്തിൽപ്പെട്ടതാണ്? ദൈവപുത്രന്റെ വംശത്തിൽപ്പെട്ടതാണോ? അല്ല, ജഡീകന്റെയും ലൗകികന്റെയും പിശാചിന്റെ അടിമ നുഖത്തിലിരിക്കുന്നവന്റെയും വംശത്തിൽപ്പെട്ടതാണോ? അസൂയയില്ലാത്ത, ദൈവ സ്നേഹം നിറഞ്ഞ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്ന, പരിശുദ്ധാത്മാവിൽ എപ്പോഴും ആനന്ദിക്കുന്ന ഒരു ദൈവപുത്രന്റെ വംശത്തിലേക്ക് ദൈവപൈതലേ കയറി വാ. ഹല്ലേലൂയ. ശരീരത്തിൽ അത് പ്രശ്നങ്ങളുണ്ടാകും. അസൂയ എന്ത് സംഭവിക്കും? അസ്ഥികളെ ദ്രവിപ്പിക്കും. ബോണിന്റെ സ്ട്രെങ്ത് കുറയ്ക്കും. എത്ര കാൽഷ്യം റിച്ച് ഫുഡ് കഴിച്ചാലും ശരി, അസൂയ സ്വഭാവത്തിലുണ്ടോ, ബോൺ പൊട്ടും, ബോൺ ഉരുകും. ഓസ്റ്റിയോപൊറോസിസ് അല്ലേ? നേഴ്സുമാർ ഉറങ്ങുകയാണോ? ഓസ്റ്റിയോപൊറോസിസ് എന്താ അറിയോ? ബിനോയോടെ ഡോക്ടർമാരുണ്ടോ? നേഴ്സുമാർ പറഞ്ഞേ. ഓസ്റ്റിയോപൊറോസിസ്. ശരി, സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചോ. ഓക്കെ. അസ്ഥികൾ ഉരുങ്ങും, അസ്ഥികൾ ദ്രവിക്കും, അസ്ഥികൾ പൊട്ടും. എപ്പോ? അസൂയ ഉള്ളപ്പോ. അസ്ഥികൾ പൊട്ടാനുള്ള കാരണം ഇത് മാത്രമല്ല, വേറെയും കാരണങ്ങളുണ്ടാകും. ഇതും ഒരു കാരണമാണെന്നേ ഞാൻ പറഞ്ഞോളൂ. ഇനി അസ്ഥി പൊട്ടുന്ന എല്ലാവരെയും കണ്ട് ഇത് അസൂയ പിടിച്ചവരാണെന്ന് പറയരുത്. ഓർത്തോ വാർഡിൽ പോയിട്ട് ദൈവവേദനായ ഒരു നേഴ്സ് പോവുകയാണ്, പോയിട്ട് പറയാണ് എല്ലാം എല്ല് പൊട്ടി കിടക്കുകയാണ്, അസൂയ പിടിച്ച കൂട്ടം എന്ന് പറയരുത്. ഓക്കെ, ഫൈൻ. നോക്കിക്കേ, അപ്പോൾ ഇതൊരു കാരണമാണ്. മനസ്സിലെ മാറ്റം അത് ശരീരത്തിൽ മാറ്റങ്ങളെ ഉണ്ടാകും. മനസ്സിൽ ശാന്തതയുണ്ടെങ്കിൽ ശരീരത്തിന് അത് ഹെൽത്തിനെ കൊണ്ടുവരും. മനസ്സിൽ അസൂയയില്ലാത്തൊരു മനസ്സുണ്ടെങ്കിൽ അസ്ഥികൾക്കത് ബലമായി മാറും. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദൈവപുത്രൻ അസൂയയില്ലാത്തവനായിരിക്കണം. ഒരു ദൈവപുത്രൻ ശാന്ത മനസ്സുള്ളവനായിരിക്കണം. ടെൻഷനുള്ള മനസ്സ് ദൈവപുത്രനില്ല, അസൂയയുള്ള മനസ്സ് ദൈവപുത്രനില്ല. ആമേൻ. ഹല്ലേലൂയ. ഓക്കെ, ഒരു കാര്യം കൂടെ മാത്രം പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കുന്നു. എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം. എഫേസ്യർക്ക് ലേഖനം, അത് കഴിഞ്ഞ് നാം ആരാധിക്കാൻ പോവുകയാണ്. എഫേസ്യർ 4:26. நீங்கள் கோபம் கொண்டாலும் பாவம் செய்யாதிருங்கள், சூரியன் அஸ்தமிக்கிறதற்கு முன்னாக உங்கள் எரிச்சல் தணிய கடவது. നോക്കിയേ, കർത്താവ് നമുക്ക് കോപിക്കുവാൻ അവകാശം തന്നിട്ടുണ്ട്. പക്ഷേ അതിനൊരു പീരീഡ് ഓഫ് ടൈമും തന്നിട്ടുണ്ട്. കോപം എത്ര ടൈമിലേക്ക് മാത്രം കോപിക്കാം? സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ കോപം ഫിനിഷ് ചെയ്യണം, തീർക്കണം. ഷോർട്ട് ടൈമിലേക്ക് കോപിക്കാം. കോപിച്ചിട്ട് പിന്നെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ചില വളരെ കോപം, ടെൻഷൻ, ദേഷ്യം
കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചിലർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കോപം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, കോപിക്കുന്നതിന് മുന്നേ ഒരു 15 മിനിറ്റ് ഗ്യാപ്പ് കൊടുക്കണം. 15 മിനിറ്റ് എടുത്ത് നല്ലവണ്ണം തീരുമാനമെടുത്തിട്ട് കോപിക്കണോ കോപിക്കണ്ടേ എന്ന് തീരുമാനമെടുത്തിട്ട് കോപിക്കുന്ന കാര്യത്തിൽ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു കൊടുത്തു. അത് ധാരാളം പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യുക. പിന്നെ കോപിക്കേണ്ട സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ, ഇൻ കേസ് കോപം പുറപ്പെട്ടു കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കും മുമ്പേ സെറ്റിൽ ചെയ്യണം. ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ, ഒരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഷോർട്ട് പീരീഡിൽ അതിനെ സെറ്റിൽ ചെയ്യണം. ആ പ്രോബ്ലം നീണ്ടു നിൽക്കാൻ വിടരുത്, ദിവസങ്ങൾ നീണ്ടു നിൽക്കാൻ വിടരുത്. നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വിത്തിൻ എ ഡേ അത് സെറ്റിലാക്കണം. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒറ്റ ദിവസത്തിൽ അത് സെറ്റിൽ ചെയ്യണം. നിങ്ങൾ പ്രിയപ്പെട്ടവരുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒറ്റ ദിവസത്തിൽ അത് സെറ്റിൽ ചെയ്യണം. അത് നീണ്ടു പോകുന്നെങ്കിൽ അത് ദൈവപുത്രന്മാർക്ക് യോജിച്ചതല്ല. ഇന്നലെ അവർ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു, ഇന്നലത്തെ കാര്യം ഇന്നും വെച്ചുകൊണ്ടിരിക്കുകയാണോ? ദൈവപുത്രന്റെ ക്വാളിറ്റി നിനക്കില്ല. ഇന്നലത്തെ കാര്യം ഇന്നലത്തോടെ തീർക്കണം. കഴിഞ്ഞ ആഴ്ച അവർ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം ഇന്നും ചുമന്നോട് അടക്കുകയാണോ? വേസ്റ്റ് ചുമന്നോട് അടക്കുകയാണ് നീ. കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം ഈ ആഴ്ച ചുമന്നോട് അടക്കരുത്. കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം അന്നത്തെ ദിവസം തന്നെ അതങ്ങ് ഫിനിഷ് ചെയ്യണം. ഹല്ലേലൂയ. ഒരു ദൈവപുത്രൻ അങ്ങനെ ചെയ്യും. ജഡീകൻ കാലങ്ങൾ ചുമന്നുകൊണ്ട് നടക്കും. കോപത്തെ കാലങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നവൻ ജഡീകൻ. കോപത്തെ ദിവസങ്ങൾ ചുമന്നു നടക്കുന്നവൻ ലൗകികൻ. അവന്റെ വേദനകളെ ദിവസങ്ങൾ ചുമന്നു നടക്കുന്നവൻ ജഡീകൻ, അവൻ ലൗകികൻ. ഒരു ദൈവ പൈതൽ അവൻ അതിനെ ദൈവകരങ്ങളിൽ കൊടുത്ത് അവൻ ഫ്രീ ആകും. നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളും ചുമന്നുകൊണ്ട് നടക്കരുത്. അതെല്ലാം ഇറക്കി വെച്ച് നീ ക്ലീൻ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവപൈതലെ നിനക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റുകയുള്ളൂ, വചനം ഉള്ളിൽ ഇറങ്ങുകയുള്ളൂ, ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും നിനക്ക് പറ്റുകയുള്ളൂ. നിന്റെ മനസ്സ് നിറച്ച് ചില ചിന്തകളാൽ ആ വേസ്റ്റ് കാര്യങ്ങൾ നിന്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ, ചില ചിന്തകൾ നിന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വചനം നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുകയില്ല. വചനം ഉള്ളിൽ പ്രവർത്തിക്കണമോ, ആ അനാവശ്യമായ കാര്യങ്ങൾ എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് ആ വചനം ഉള്ളിൽ ഇറങ്ങുവാണ്ടോണം. ഹൃദയത്തെ ഫ്രീ ആക്കി വെക്ക്, സ്വതന്ത്രമാക്കി വെക്ക്. ആ വചനത്തിന്റെ വെളിച്ചം ഉള്ളിൽ ഇറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരുടെ കൈ പിടിച്ച് പറഞ്ഞേ, ശുദ്ധിയുള്ള ഹൃദയം നമുക്ക് വേണം. നാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ആമേൻ. കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം ഇന്നും ചുമന്നുകൊണ്ട് നടക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ചത്തെ ദേഷ്യം, കഴിഞ്ഞ ആഴ്ചത്തെ ടെൻഷൻ, കഴിഞ്ഞ ആഴ്ച മറ്റവൻ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞത് ഇന്നും ചുമന്നുകൊണ്ട് നടക്കുകയാണെങ്കിൽ ദൈവപുത്രന് യോജിച്ചതല്ല. ഓരോ ദിവസവും അന്നുള്ള എല്ലാം ഫിനിഷ് ഔട്ട് ചെയ്തിട്ട് അടുത്ത ദിവസം ഒരു പുതിയ സൃഷ്ടിയായി, ഫ്രഷ് മാനായി നീ എഴുന്നേറ്റ് വരണം. ഹല്ലേലൂയ. ഓരോ ദിവസവും ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഭാരത്തോടുകൂടെ അല്ല, നിരാശയോടുകൂടെ അല്ല, ടെൻഷനോടുകൂടെ അല്ല, വേദനയോടുകൂടെ അല്ല, ആകുലതകളോടുകൂടെ അല്ല, ഒരു ഫ്രഷ് മാനായി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറഞ്ഞ, സ്തുതിക്കുന്ന, നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന, ദൈവവചനത്തിലേക്ക് ശ്രദ്ധകൾ കൊടുക്കുന്ന ഒരു ഫ്രഷ് മൈൻഡോടുകൂടെ ഓരോ ദിവസവും നീ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരണം. ഹല്ലേലൂയ. കിടക്കയിൽ പോകുന്നതിന് മുന്നേ നീ ഇറക്കി വെക്കേണ്ടതെല്ലാം ഇറക്കി വെക്കണം, എടുത്തു കളയേണ്ടതെല്ലാം എടുത്തു കളയണം. ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, നിരാശകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം എടുത്തു കളയുക. നീ ഒരു ഫ്രഷ് മൈൻഡോടുകൂടെ സ്തുതിയോടെ സ്തോത്രത്തോടെ നീ നിന്റെ കിടക്കയിലേക്ക് പോ. ദൈവത്തിന്റെ ദൂതന്മാർ നിനക്കായി ഇറങ്ങി വരുന്ന അനുഭവങ്ങൾ നിനക്കുണ്ടാകും. സ്വർഗം നിനക്കായി ഇടപെടുന്ന സ്വർഗീയ സ്വപ്നങ്ങൾ നിനക്കായി ഉണ്ടാകുന്ന അനുഭവങ്ങൾ നിന്റെ മേൽ കർത്താവ് ഓപ്പൺ ചെയ്തു തരും. ഒരുവൻ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, അത് കേട്ടതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയേയില്ല. ഇതാരുടെ സ്വഭാവമാണ്? ലൗകികനാണോ ദൈവപുത്രനാണോ? ലൗകികൻ. കാരണം അവൻ ആ കേട്ട നെഗറ്റീവ് വേർഡിനെ മനസ്സിലിട്ട് അയവിറക്കി പ്രോസസ് ചെയ്ത് നടക്കുകയാണ്. അവന്റെ രാത്രിയത്തെ ഉറക്കവും പോയി. എന്നാൽ ഒരു ദൈവപുത്രൻ അങ്ങനെയല്ല. ദൈവപുത്രൻ അതിനെ ഫ്ലഷ് ഔട്ട് ചെയ്തിട്ട് അതിനെ എടുത്തു കളഞ്ഞിട്ട് അവൻ രാത്രിയിൽ എന്താ അയവിറക്കുമെന്നറിയാമോ? അവൻ പറയും, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ.
അവൻ്റെ നാവിൽ നിന്നും സ്തുതി വരും, അവൻ്റെ നാവിൽ നിന്നും സ്തോത്രം വരും. ഒരു ഭാരവും ഒരു ടെൻഷനും ഒരു കോപവും ഒരു ദേഷ്യവും ഒരു പകയും അവൻ്റെ ഉള്ളിൽ കാണില്ല. ശുദ്ധിയുള്ള ഹൃദയം ദൈവപ്രവൃത്തിയെ കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരുടെ വാക്കുകൾ നിന്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തരുത്. ആരെന്തു പറഞ്ഞാലും നെവർ മൈൻഡ്, ഐ വിൽ സ്ലീപ്പ് വെൽ, ഞാൻ നല്ലവണ്ണം ഉറങ്ങും എന്ന് തീരുമാനിക്കുക. ഹല്ലേലൂയ. എങ്കിലും അവൻ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, അവൻ എങ്ങനെ പറഞ്ഞാൽ നിനക്കെന്താ? അവൻ്റെ കൾച്ചർ അനുസരിച്ച്, അവൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവൻ എന്ത് മണ്ടത്തരവും പറയും, എന്ത് മോശം കാര്യങ്ങളും പറയും. നീ അങ്ങനെയല്ല. നീ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണ്, നീ ദൈവപുത്രനാണ്, നീ ആരാധിക്കേണ്ടുന്ന ഒരു ദൈവ പൈതലാണ്. അവൻ പറഞ്ഞ വേഷനെ ചുമന്നുകൊണ്ട് നീ നടക്കണ്ട. അവൻ അങ്ങനെയും ഇങ്ങനെയും എങ്ങനെയും പറയട്ടെ, അവൻ്റെ വാക്ക് നീ എടുക്കരുത്. നീ കർത്താവിൻ്റെ വചനത്തെ ഉള്ളിലെടുക്ക്. ഹല്ലേലൂയ. സ്തുതിക്കുന്ന ഒരു ഉള്ളം, സ്തുതിക്കുന്ന ഒരു നാവ് നിനക്കുണ്ടാകട്ടെ. വചനത്തെ പ്രോസസ് ചെയ്യുന്ന ഒരു ഉള്ളം, വചനത്തെ സംസാരിക്കുന്ന ഒരു നാവ് നിനക്കുണ്ടാകട്ടെ. നീ ഒരു ദൈവപുത്രനായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവരുടെ വാക്ക് നിന്നെ തളർത്തരുത്. നെഗറ്റീവ് വാക്കുകൾ നിന്റെ വായിൽ നിന്ന് വരരുത്. നിന്റെ ശരീരം അത് മുഖാന്തരം രോഗത്തിലേക്ക് വഴുതി വീഴും. ഹല്ലേലൂയ. മനസ്സിനെ ശുദ്ധമായി വെക്കുവാൻ ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വാക്യം കൂടെ വായിച്ചോളൂ. റോമർക്ക് എഴുതിയ ലേഖനം 12:19. റോമർക്ക് എഴുതിയ ലേഖനം 12:19. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഓക്കെ, എങ്ങനെ? ദൈവകോപത്തിന് നിങ്ങൾക്കെതിരെ ഒരാൾ ഒരു കാര്യം ചെയ്താൽ, നിങ്ങൾ ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ്, നിങ്ങൾ ക്രിസ്തുവിനുള്ളിലാണെങ്കിൽ, നിങ്ങൾ ആ പരിശുദ്ധാത്മാവിനെ ചുമക്കുന്ന ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ, നിങ്ങൾ തിരിച്ചു പ്രതികരിക്കാൻ പോകണ്ട. ആര് പ്രതികരിക്കും? കർത്താവ് പ്രതികരിക്കും. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, ഞാൻ നിങ്ങൾക്കായി യുദ്ധം ചെയ്യും. ഒരിക്കലും ഒരു ദൈവ പൈതൽ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ എൻ്റെ ഡ്യൂട്ടിയിൽ, എൻ്റെ ഓഫീസിൽ ഇന്ന പ്രശ്നം അനുഭവിക്കുകയാണ്, ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യട്ടെ, പ്രതികരിക്കട്ടെ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, ബി ക്വയറ്റ്, ബി സൈലന്റ്, ഇപ്പൊ മിണ്ടാതിരിക്കുക, ശാന്തമായിരിക്കുക, ദൈവത്തിന്റെ ന്യായവിധി വരട്ടെ എന്ന് പറഞ്ഞു. വിത്തിൻ 10 minutes, 10 മിനിറ്റിനുള്ളിൽ അതിനുള്ള ആൻസറുകൾ വന്നു തുടങ്ങി. 10 മിനിറ്റിൽ ആ വിഷയത്തിൽ സെറ്റിൽമെന്റ് വന്നു തുടങ്ങി. തീർത്തിട്ടില്ല. ഇന്നലെയും പറഞ്ഞു, അതിൻ്റെ പ്രോസസ്സിങ് ഫർദർ ലെവലിലേക്ക്, നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണ്. ആ ഓഫീസ് മുഴുവനും ക്ലിയറൻസ് ആവുന്ന ലെവലിൽ, ദുഷ്ടന്മാർ പുറത്തു പോകുന്ന ലെവലിൽ, ശല്യങ്ങൾ പുറത്തു പോകുന്ന ലെവലിൽ ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് പേടിയാകുന്നു. അദ്ദേഹത്തിനെതിരെ അല്ല ന്യായവിധി വന്നത്, അദ്ദേഹത്തിനെതിരെ നിന്ന ആളുകൾക്കെതിരെ ന്യായവിധി വന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭയമാകുന്നു, എനിക്ക് പേടിയാകുന്നു. ഞാൻ പറഞ്ഞു, ദിസ് ഇസ് എ ജഡ്ജ്മെന്റ് പീരിയഡ്, ഇത് ന്യായവിധിയുടെ കാലമാണ്. ദൈവപുത്രന്മാർ എവിടെയുണ്ടോ അവിടെ ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടും. പിന്നത്തേതിൽ മാറ്റിവെക്കുന്ന പരിപാടി കഴിഞ്ഞു. ഇത് അപ്പോൾ കൊടുക്കുന്ന ലെവലിലേക്ക്, ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടുന്ന ലെവലിലേക്ക് ദൈവപുത്രന്മാർക്കായി, കർത്താവിനെ സ്നേഹിക്കുന്ന മക്കൾക്കായി, കർത്താവിനെ സ്തുതിക്കുന്ന മക്കൾക്കായി അപ്പോൾ മറുപടി കൊടുക്കുന്ന നിലയിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് കേട്ട വചനങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഒരു ദൈവപുത്രനായി തന്നെ വെളിപ്പെടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കൂ.